السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ സുബ്ഹാനല്ലാഹ് സൂറത്തുൽ ബഖറയിൽ അല്ലെ ഹജ്ജിനെ കുറിച്ച് കുറച്ച് അടുത്തറിഞ്ഞു, അല്ലെങ്കിൽ ഹജ്ജിന്റെ ആ ഒരു അന്തസത്ത അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫീലിങ്ങോട് കൂടി അല്ലെ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഒരുപാട് അതിന്റെ ഫിഖ്ഹി വശങ്ങളും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഒന്നും നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഓരോ ദിവസം എവിടെയാണെന്നുള്ളത് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. മാഷാ അല്ലാഹ് കുറേ ആളുകൾ എക്സാമിന്റെ ഭാഗമായിട്ട് അത് പറഞ്ഞു, മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മള് ചെവിയിലൂടെ കേൾക്കുന്നതും കണ്ണു കൊണ്ട് നോക്കി വായിക്കുന്നതിനേക്കാളും അടുത്ത ലെവൽ ഇഫക്റ്റ് ചെയ്യുക നമുക്ക് മനസ്സിലായത് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തിട്ട് നാവ് കൊണ്ട് പറയുമ്പോഴാണ് ശരിക്കും. അപ്പോഴാണ് ഓക്കെ എനിക്ക് ഇന്നതൊക്കെയാ മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതുപോലെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അത് എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ് എന്നുള്ള പോലെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തന്നെ ഓരോ കാര്യത്തിലും കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത് കാണാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചതുപോലെ ഹജ്ജിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് തുടങ്ങാം, ഒരു സീരീസ് പോലെ. ഓക്കെ, സ്പെഷ്യൽ ക്ലാസ് ഹജ്ജിനെ കുറിച്ച്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കവർ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ ആ ഒരു ശ്രേഷ്ഠത, ഹജ്ജ് യാത്രയുടെ ശ്രേഷ്ഠത, അതിന്റെ എക്സലൻസ് എന്താണ്, പിന്നെ ഹജ്ജിന്റെ പ്രിപ്പറേഷൻസ്, പോകുന്നതിന്റെ മുമ്പ് പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്പിരിച്വലി ആത്മീയമായിട്ടും ഒക്കെ നമ്മൾ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നും, പിന്നെ ഹജ്ജും ഉംറയും സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ചില വാക്കുകളുടെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടെ ഇൻട്രൊഡക്ഷൻ തരാനുണ്ട്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഉംറയും കൂടെ കവർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് തരാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഇപ്പൊ തൊട്ട് മുമ്പേ ചോദിച്ച പോലെ ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്ത് നിന്ന് പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ള സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് നല്ല ഒരു പ്രസന്റേഷൻ തന്നെ ഇന്റർനാഷണൽ ഓൺലൈൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗമായിട്ട് ആരോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒതന്റിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉള്ള. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മൾക്ക് മനസ്സിലാകുന്ന, നമ്മുടെ കൗമിന് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഞാൻ പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങളും പഠിച്ചോട്ടെ എന്നുള്ള ഒരു നിയത്താണ്. അപ്പം മനസ്സിൽ എല്ലാവരും വെക്കുക, ഇതൊരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു ചിന്തയെ വേണ്ട. ചിലപ്പോൾ എനിക്ക് തെറ്റുകൾ പറ്റാം, എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുറവുകൾ വരാം. നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പേഴ്സണലി കറക്റ്റ് ചെയ്ത് തരാം ഞാൻ പിന്നത്തെ ക്ലാസ്സിലോ, ഇനി അതല്ല റെക്കോർഡിങ്ങിന്റെ താഴെ പ്രസന്റേഷന്റെ താഴെ യൂട്യൂബിൽ ഇട്ടിട്ട് നമുക്ക് ആ കറക്ഷൻസ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. പിന്നെ ഈ പ്രസന്റേഷൻ ആർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഹജ്ജ് ചെയ്യാത്തവരെ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര്, ഈ വർഷം ചെയ്യുന്നവരാണെങ്കിലും മാഷാ അല്ലാഹ് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ ഹജ്ജ് ചെയ്തവരെ കുറിച്ച് പറയുമ്പം നമുക്ക് കഴിഞ്ഞ ദിവസം റിഫ്ലക്ഷൻസിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് അല്ലെ. അതായത് അല്ലോ ഞാൻ ഇത്രയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ, ഇത്രയൊന്നും ചെയ്തില്ലല്ലോ, അപ്പൊ എന്റെ ഹജ്ജ് സ്വീകരിക്കൂലേ, അങ്ങനെ ഒരു ചിന്തകളൊന്നും വേണ്ട. കഴിഞ്ഞ ഹജ്ജിന്റെ ആയത്തുകളുടെ കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് വേണം അല്ലെ ഹജ്ജ് പോലെയുള്ള ഒരു കർമ്മം ചെയ്യണമെങ്കിൽ. അള്ളാഹു നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം, അള്ളാഹുവിന്റെ അതിഥികളായിട്ട് നമ്മൾ അള്ളാഹു സ്വീകരിച്ചാലേ അവിടെ എത്തുള്ളൂ. അപ്പൊ അൽഹംദുലില്ലാ ആ തൗഫീഖ് കിട്ടിയ ആളുകളാണ് മാഷാ അല്ലാഹ് ഹജ്ജ് ചെയ്തവരൊക്കെ അല്ലെ. അപ്പൊ എന്തുകൊണ്ടും ഒരു പടി മേലെ തന്നെയാണ് ഹജ്ജ് ചെയ്തവർ. ഹജ്ജ് ചെയ്യാത്തവർക്ക് ഇപ്പോഴും പ്രതീക്ഷകളാണ്, ദുആകളാണ്. അപ്പം അതുകൊണ്ട് ചെയ്തവര് ക്ലിയർ കുറവുണ്ടോ?
വേറെ ആർക്കെങ്കിലും ഉണ്ടോ ക്ലിയർ കുറവ്? ഇല്ല. ഓക്കെ, അപ്പൊ ഷാനിത ഒന്ന് ക്യാൻസൽ ചെയ്ത് എൻ്റർ ചെയ്തോട്ടോ ഇൻഷാല്ല. അപ്പം ചെയ്തവരൊരിക്കലും കുറഞ്ഞു കാണണ്ട, അള്ളാഹു എൻ്റെ സ്വീകരിക്കൂലേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്ക് ഹുസ്നുൽ ظن ഉണ്ടായിരിക്കണം. അള്ളാഹു നമുക്ക് അപ്പോൾ ഒരു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അള്ളാഹ്ക്ക് ഒരു ഹിക്മത്തും ഉണ്ട്. അപ്പം ആ കാര്യം മനസ്സിൽ വെക്കുക. ഹജ്ജ് ചെയ്യാത്തവര് ഇത് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി പോകുന്നവര് നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നീട് അടുത്ത വർഷമോ അതിനുശേഷമോ ചെയ്യുന്നവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്നതിന് 2 ദിവസം മുമ്പേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു ലൈഫ് മുഴുവനും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടും നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആ ഹജ്ജിനെ നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ജീവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞവർക്കും ഇതേ കാര്യങ്ങൾ അല്ലെ, തഖ്വയാണ് ഹജ്ജിന്റെ വിഭവം. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഹജ്ജ് എന്ന് പറയുന്നത്, നമ്മൾ ഹജ്ജിന്റെ ഓരോ കാര്യത്തിനും ഓരോ സിംപിളൈസേഷൻ ഉണ്ട്. അതായത് അറഫയിലെ നൃത്തം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും സുബ്ഹാനല്ലാഹ് യൗമുൽ ഖിയാമയിലെ നൃത്തത്തിനോട് കമ്പയർ ചെയ്തിരുന്നു അല്ലെ. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം ഇനി ഹജ്ജ് ചെയ്ത് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ ലെസണും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആരും നിരാശപ്പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിരാശ എന്ന് പറയുന്നത് ഇബ്ലീസ് ഇട്ട് തരുന്നതാണ്. അതിലേക്ക് നമ്മൾ പോവേ വേണ്ട. ഓക്കെ, ചെയ്ത ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഇനി എത്ര പഠിച്ചു കഴിഞ്ഞാലും ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നവരായിട്ടും അല്ലെ, പല ടെംപ്റ്റേഷൻസിൽ വീഴുന്നവരായിട്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ചെയ്യാത്ത ആളുകളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ പൊതുവെ ഏത് ഹജ്ജിന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എടുക്കുന്ന ആളുകൾ അവരെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് പരമാവധി ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടാണ് പറയുക അല്ലെ. അതേപോലെ ഞാനും ശ്രമിക്കും ഇൻഷാ അല്ലാ. അപ്പം ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതെല്ലാം അങ്ങ് നമുക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അല്ലോ ഞാൻ, അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. എപ്പോഴും നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ആണ്. തെറ്റുകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. ശരി, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അത്രയും നോക്കുന്നുള്ളൂ എന്നുള്ളതല്ല, ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റിയിട്ടില്ലേ, അത് നമ്മൾ ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രമങ്ങൾക്കാണ് പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള 100% പെർഫെക്ഷനും 100% നിരാശയിലേക്കും നമ്മൾ പോകേണ്ട, എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹജ്ജിന്റെ ശ്രേഷ്ഠത, ഹജ്ജ് എന്ന കർമ്മത്തിന്റെ ശ്രേഷ്ഠത എന്തൊക്കെയാണെന്ന്. അപ്പം ഇസ്ലാമില് സുബ്ഹാനല്ലാഹ് വളരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. സുഹൈഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ്, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഏതാണ് അമലുകളിൽ അഫ്ളൽ ആയിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസമാണ്. ഖീല സുമ്മ മാദാ, ചോദിക്കപ്പെട്ടു പിന്നെ എന്താണ്? ഖാല ജിഹാദും ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ജിഹാദ്. ഖീല, ചോദിക്കപ്പെട്ടു സുമ്മ മാദാ, പിന്നെ എന്താണ്? ഖാല ഹജ്ജും മബ്റൂർ. ഓക്കെ, അപ്പം അഫ്ളലു അഅമാലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് എന്നുള്ള രീതിയിൽ ഹജ്ജ് മബ്റൂറായിട്ടുള്ള ഹജ്ജിനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് പറയുകയാണെങ്കിൽ തന്നെ, അതിനുള്ള തൗഫീഖ് കിട്ടുകയാണെങ്കിൽ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. വേറെ ഒരു ഹദീസിനകത്ത് സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയണ്ടായി, ഖാലത്ത് യാ റസൂലല്ലാഹ് നറൽ ജിഹാദ അഫ്ളലൽ അമലി. ഓക്കെ, എന്താണ് ജിഹാദ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, കാണുന്നുണ്ട്. അപ്പം ചോദിക്കുന്നത് അഫലാ നുജാഹിദു, ഞങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫൈറ്റ് ചെയ്യണ്ടേ, ജിഹാദ് ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും, ലകുന്ന അഫ്ളലുൽ ജിഹാദി ഹജ്ജും മബ്റൂർ. സ്ത്രീകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജിഹാദ് എന്താണ്? ഹജ്ജും മബ്റൂറായിട്ടുള്ള ഒരു ഹജ്ജാണ്. ഇത് സ്വഹീഹ് ബുഖാരിയിൽ തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി അടുത്തത്
ഹജ്ജിന്റെ അടുത്തൊരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്വം, പിന്നെ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം, ആത്യന്തികമായിട്ടുള്ള ഒരു പ്രതിഫലം ഉണ്ട്. അതെന്താ നോക്കാം. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസു വലം യഫ്സുഖു റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. സുബ്ഹാനല്ലാഹ്. ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അല്ലെ, അള്ളാഹുവിന്റെ ഭവനത്തിന് ഹജ്ജ് ചെയ്യുന്നുവോ അവൻ എന്ത് ചെയ്യുന്നില്ല, വലം യർഫുസു, നമ്മൾ റഫസ് കണ്ടതാണ് അല്ലെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, വലം യഫ്സുഖു എന്താണ്, ഫിസ്ഖിൽ ഏർപ്പെടുന്നില്ല, ഫുസൂഖ് ചെയ്യുന്നവരല്ല, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരണക്കേട് കാണിക്കുന്നവനല്ല. അങ്ങനെയുള്ളവൻ എങ്ങനെ മടങ്ങുന്നതെന്ന് പറയുന്നത്, റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവന് ജന്മം കൊടുത്ത ആ ഒരു ദിവസം ഉണ്ടല്ലോ, അല്ലെ, ഉമ്മന്റെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ ആ ഒരു ദിവസത്തല്ല അവൻ എങ്ങനെയായിരുന്നു, അതേപോലെയാണ് അവൻ അങ്ങനെയുള്ള ഒരു ഹജ്ജ് ചെയ്ത് മടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ വേറൊരു റിപ്പോർട്ടുണ്ട്. അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, അതായത് ഒരു ഉംറയിൽ നിന്ന് മറ്റൊരു ഉംറയിലേക്ക്, അതിന്റെ രണ്ടിന് ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് എന്താണ്, കഫാറയാണ്. ഓക്കെ, അവൻ ചെയ്ത തിന്മകൾക്കെല്ലാം പ്രായശ്ചിത്തമാണ്, അതെല്ലാം എന്താണ്, പൊറുക്കപ്പെടും അതിന്റെ ഇടയിലുള്ളത്. ലിമ ബൈനഹുമ. വൽ ഹജ്ജുൽ മബ്റൂറു, മബ്റൂറായിട്ടുള്ള ഒരു ഹജ്ജ്, അതിനുള്ള പ്രതിഫലം എന്താണ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് ജന്ന അല്ലാതെ, സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലം ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഹജ്ജിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് ഇതൊക്കെ. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അടുത്തത് എല്ലാ മുൻകഴിഞ്ഞ പാപങ്ങളെയും ഇല്ലാതാക്കൽ. ഓക്കെ, സഹീഹ് മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു ഹദീസ് ഉണ്ട്. അതിനകത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. أما علمت أن الإسلام يهدم ما كان قبله وأن الهجرة تهدم ما كان قبلها وأن الحج يهدم ما كان قبله. അപ്പം അബ്ദുള്ള ഇബ്നു അംർ ഇബ്നു ആസ്, ഓക്കെ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, നിനക്കറിയോ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, യഹ്ദിമു എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം നശിച്ചു പോകും. എന്താ നശിച്ചു പോകുന്നത്, അതിന് മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും നശിച്ചു പോകും. അതേപോലെ ഹിജ്റ ചെയ്തു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളതെല്ലാം നശിക്കും. അതേപോലെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അതിനു മുമ്പ് ചെയ്തതൊക്കെ നശിച്ചു പോകും. നശിച്ചു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ളത് കംപ്ലീറ്റ് തുടച്ചു കളയും. സുബ്ഹാനല്ലാഹ്, അല്ലെ, നമ്മൾ അതിനു മുമ്പ് ചെയ്ത എല്ലാം കീറിക്കളയും, ഒന്നും ബാക്കി വെക്കൂല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെയുള്ള ഒരു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും തരട്ടെ. ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അത്രപ്രകാരം അവരുടെ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുകയും സ്വർഗം ഉറപ്പാക്കുകയും ചെയ്യട്ടെ. ആമീൻ. സോറി. അടുത്തത് ദാരിദ്ര്യത്തെ തുരത്തുന്ന ഒരു ധർമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നിലധികം ഹദീസുകളുണ്ട്, പക്ഷെ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള, ഡൗട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഹദീസ് മാത്രം ഞാൻ ഇവിടെ എടുത്ത് പറയുന്നുള്ളൂ. ജാമിഅ തിർമിദിയിൽ വന്നിട്ടുള്ള ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് പറയുന്നത്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറതി ഫഇന്നഹുമാ യംഫിയാനിൽ ഫഖ്ർ വദ്ദുനൂബ്. നിങ്ങൾ എന്താ, ഹജ്ജിനും ഉംറയ്ക്കും ഇടയിൽ നിങ്ങൾ ആൾട്ടർനേറ്റ് ചെയ്യുക. അതായത് ഹജ്ജും ഉംറയും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ വീണ്ടും വീണ്ടും ചെയ്തോളാനാണ് പറയുന്നത്. കാരണം അത് ദാരിദ്ര്യം നീക്കും. ഓക്കെ, അൽ ഫഖർ, ദാരിദ്ര്യം നീക്കും, തിന്മകള് ഇല്ലാതാക്കും. സുബ്ഹാനല്ലാഹ്. എപ്രകാരം, കമാ യൻഫിൽ കീറു ഖബസ ഹദീദി വദ്ദഹബി വൽഫിദ്ദതി വലൈസൽ ഹജ്ജൽ മബ്രൂരി സവാബുൻ ദൂനൽ ജന്ന. എന്താ പറയുന്നത്, ഒരു കൊല്ലൻ, അല്ലെ, കൊല്ലൻ അവന്റെ ഉരുക്ക്, അതായത്
അയൺ ഇരുമ്പിൽ നിന്ന് എപ്രകാരം അഴുക്കുകൾ അല്ലെ, ഇപ്പം ഒരു തട്ടാനാണെങ്കിലും അതിന് സ്വർണത്തിൽ നിന്ന് എപ്രകാരം അഴുക്കുകൾ നീക്കുന്നുവോ അതേപോലെ നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ദാരിദ്ര്യവും പോകും, അതേപോലെ തിന്മകൾ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും. തുടർന്ന് ലൈസൽ ഹജ്ജിൽ മബ്രൂരി സവാബുൻ ദൂനൽ ജന്ന. ഹജ്ജ് മബ്രൂർ ആയിട്ടുള്ള ഒരു ഹജ്ജിന് എന്താണ്, സ്വർഗമല്ലാത്ത പ്രതിഫലം ഇല്ല, സ്വർഗത്തിൽ കുറഞ്ഞ പ്രതിഫലം ഒന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ അടുത്തത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണം ലഭിക്കുന്ന അതിഥികളാണ് ഹജ്ജിന് എത്തുന്ന ആളുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, അബൂ ദാവൂദും അബൂ നഈമും റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. അതിനകത്ത് പറയുന്നത് സലാസത്തും ഫീ ളമാനില്ലാഹി അസ്സ വജൽ റജുലുൻ ഖറജ മിൻ ബൈതിഹി رجل خرج من بيته إلى مسجد من مساجد الله عز وجل ورجل خرج غاصيا في سبيل الله ورجل خرج حاجا. سبحان الله. അപ്പം 3 ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണത്തിലാണെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് പുറപ്പെട്ടവൻ. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവൻ. 3, ഹജ്ജിന് വേണ്ടി ഇറങ്ങിയവൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ 3 പേര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണത്തിലാണെന്നാണ് പറയുന്നത്. വേറൊരു റിപ്പോർട്ടിനകത്ത് സുന്നൻ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് ഹസനായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് പറയുന്നത് അൽ ഹുജ്ജാജു വൽ ഉമറു വഫ്ദുല്ലാഹി ഇൻ ദഅൗഹു അജാബഹും വഇൻ ഇസ്തഗ്ഫറഹു ഗഫറ ലഹും. ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിഥികളാണ്. അവന്റെ ദുആകൾക്ക് ഉത്തരം നൽകപ്പെടും. അവൻ പാപമോചനം തേടിയാൽ അവന് പാപമോചനം നൽകപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് നരകാഗ്നിയിൽ നിന്നുള്ള രക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കാം. ما من يوم أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة وإنه ليدنو ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. അള്ളാഹു സുബ്ഹാനഹു തആല അറഫയുടെ ദിവസം അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രയും വേറെ ഒരു ദിവസവും മോചിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മലായിക്കത്തിന്റെ അടുത്ത് വന്നിട്ട് സുബ്ഹാനല്ലാഹ് ചോദിക്കും മലക്കുകളോട് അവരെന്താണ് തേടുന്നത് എന്ന്, അത് നൽകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫയുടെ ദിവസമാണ്. അപ്പം അവിടെ അറഫയുടെ ദിവസം അന്ന് പ്രസന്റ് ആയിരിക്കാനും ദുആ ചെയ്യാനും അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദുആ പഠിച്ചു. സുബ്ഹാനല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലെ, നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടായിരിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ളവർ മാത്രമേ വിജയിച്ചവരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലെ, അപ്പം അതിന് അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമുൽ അറഫ. അപ്പം ഒരുപാട് സവിശേഷതകളുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. അല്ലെ, അതേപോലെ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ഇബാദത്താണ് ഹജ്ജ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഉത്തമമായ ഇബാദത്തുകളിൽ പെട്ടതാണ് ഹജ്ജ് എന്ന് നമ്മൾ മുന്നേ ഉള്ള ഒരു ഹദീസിനകത്ത് കണ്ടു. അല്ലെ, അപ്പം ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി ഖാലു വലൽ ജിഹാദു قال ولا الجهاد إلا رجل خرج يخاطر بنفسه وماله فلم يرجع بشيء. അത് ഈ 10 ദിവസങ്ങൾ, ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ. ഓക്കെ, അതിനേക്കാൾ ശ്രേഷ്ഠമായ അമലുകൾ വേറെ ഒരു ദിവസങ്ങളിൽ ചെയ്യുന്നതായിട്ടും ഇല്ല. അപ്പം ചോദിക്കുന്നുണ്ട്, അപ്പം ജിഹാദ് പോലും, അതായത് ജിഹാദിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ പുറപ്പെട്ടിട്ട് അവന്റെ നഫ്സും അവന്റെ ജീവനും സമ്പത്തും കൊണ്ട് പുറപ്പെട്ടിട്ട് അവൻ അതൊന്നുമില്ലാതെ മടങ്ങി വരാണ്. അതായത് അവന്റെ ജീവനും നഷ്ടപ്പെട്ടു, സമ്പത്തും നഷ്ടപ്പെട്ടു. അവനൊഴികെ വേറെ ജിഹാദിന് പോലും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രതിഫലം ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. പിന്നെ
ഏറ്റവും ഉത്തമമായ സ്ഥലവുമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഇബ്നു മാജയിൽ സ്വഹീഹാക്കപ്പെട്ട ഒരു ഹദീസാണ്. സ്വലാത്തു ഫീ മസ്ജിദി അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദൽ ഹറാം വസ്വലാത്തും ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ മിഅതി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭവനം അല്ലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ ശ്രേഷ്ഠത അത് എത്രത്തോളം വലുതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലെ. 100x1000, അതായത് 1,00,000 പ്രതിഫലമാണ് അവിടെ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ഇബാദത്ത് കൂടിയാണ് ഹജ്ജ്. അപ്പം അത്രയും ശ്രേഷ്ഠതകളുണ്ട്. നമ്മൾ ഹജ്ജ് എന്തുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തന്നെ മനസ്സിൽ ഇതുവരെ നിയത്ത് വെക്കാത്തവരും നിയത്ത് വെക്കുക, ദുആ ചെയ്യുക, ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ ഏറ്റവും ഉത്തമമായ സമയത്ത് നമുക്ക് ചെയ്യാത്തവർക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. ചെയ്തവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും കൂടുതൽ ഹജ്ജുകൾ ചെയ്യാനുള്ള തൗഫീഖും റബ്ബ് എല്ലാവർക്കും എത്തിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഹജ്ജിന് ആവശ്യമാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യത്തേത് സ്പിരിച്വൽ പ്രിപ്പറേഷൻ, അതായത് നമ്മളുടെ നഫ്സ് കൊണ്ട് അല്ലെ ഹൃദയം കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. ആത്മീയത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആദ്യത്തേത് അൽ ഇഖ്ലാസ് അല്ലെ, ആത്മാർത്ഥത. സുബ്ഹാനല്ലാഹ്. ഏതൊരു കർമ്മത്തിനും അതിന് വ്യത്യാസം ഉണ്ടാക്കുന്നത് അതിന്റെ പിന്നിലുള്ള നീയത്ത് കാരണമാണ് അല്ലെ. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കുക എന്നുള്ളത്. എത്ര ഭംഗിയായിട്ട് നമ്മൾ എത്ര ഇപ്പം ചാരിറ്റി ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര ധാരാളം പൈസ വലിച്ച് എറിഞ്ഞു കൊടുത്ത് നമ്മൾ ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ പിന്നിലുള്ള നീയത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ 50 രൂപ കൊടുത്തവനായിരിക്കും ഹെവി ആയിട്ടുള്ള പ്രതിഫലം അല്ലെ. അപ്പം നീയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും എത്ര ബെസ്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും നീയത്ത് റബ്ബിന് വേണ്ടി മാത്രമായിരിക്കുക എന്നുള്ളത് നമ്മൾ ശരിക്കും വിശദമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഹജ്ജിന്റെ ആയത്തുകളിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു യാത്രയിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ നീയത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അത് ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്ത് തുടങ്ങും, നിയത്ത് ചെയ്ത് തുടങ്ങിയത് മുതൽ ഹജ്ജ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നീയത്ത് കറക്റ്റ് ആക്കുക. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. വേറെ ഒരു നീയത്തും ഞാൻ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുടുംബത്തോടെ പോയി ചെയ്തിട്ടുണ്ട്, ഞാൻ പണ്ടികை ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പം നീയത്ത് കറക്റ്റ് ചെയ്യുക. 2 ഇസ്തിഗ്ഫാറും തൗബയും. സുബ്ഹാനല്ലാഹ്. അറഫയുടെ ദിവസത്തിലേക്ക് നമ്മൾ ഇതൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല അല്ലെ. നമുക്കറിയാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. നമുക്കറിയാതെ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ വേറെയുണ്ട് അല്ലെ. നമ്മൾ മാഷാ അല്ലാഹ് വിശദമായിട്ട് തന്നെ ഇസ്തിഗ്ഫാറും തൗബയൊക്കെ പഠിച്ച ആളുകളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പ്ലസ് ഇൽം ടു അമലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ആഴ്ചയും അല്ലെ, തൽക്കാലം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എവിടേക്കാണ് നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ളത്, തൗബ എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോകുന്നത്. നമുക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട കാര്യങ്ങളുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ഇപ്പഴേ കൊടുത്തു തുടങ്ങാം. ഹജ്ജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അറഫയുടെ ദിവസം പോയി ചോദിക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട ആരും. ഇപ്പോഴേ അതിനു വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ തിരിച്ചറിഞ്ഞ എല്ലാ തെറ്റുകൾക്കും പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. അതേപോലെ ഹജ്ജിന് പോകുമ്പോൾ ഒരു തെറ്റും ഓക്കെ കുഴപ്പമില്ല, അത് കഴിഞ്ഞാലും അറിയാതെ ഞാൻ ചെയ്തു പോവും അല്ലെങ്കിൽ ചെയ്യാം ആ തെറ്റ് എന്ന് വിചാരിച്ചു പോകരുത്. പോകുമ്പോൾ നമ്മൾ ആ മനസ്സിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട്, കാരണം നമുക്കറിയാം നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്തു പോവും എന്നൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 100% ചെയ്യാൻ ഒരു പക്ഷേ പറ്റൂലായിരിക്കും. അത് നമുക്ക് നിരാശ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ എല്ലെങ്കിലും മുഴുവനൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് അല്ല. അത് മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കണം ഏത് കാര്യത്തിലും ചെയ്യുന്നതും നിയത്ത് വെക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും. ഹജ്ജിന് പോകുമ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു തെറ്റും ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ പോണത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ നമ്മൾ അറിയുന്ന നമ്മുടെ എല്ലാ തിന്മകളും നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. അറഫയിൽ അത് അധികരിപ്പിക്കണം നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറുകളും ഒക്കെ.
ഓക്കെ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് പരിപൂർണമായിട്ട് കീഴൊതുങ്ങൽ, അല്ലെ? ഒരു പക്ഷേ നമ്മൾ അടുത്ത കാലം വരെ അല്ലെ ഖുർആനെ ഈ ഒരു ലെവലിൽ മനസ്സിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്കൊക്കെ ബുഫേ ആയിരുന്നു ദീന്, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അല്ലാത്തത് അല്ലെങ്കിൽ അതൊന്നും ഇപ്പൊ നടക്കാൻ പോണില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം കണ്ടപ്പോൾ പ്രത്യേകിച്ച് കണ്ട ഒരു കാര്യമുണ്ട്, അല്ലെ? ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് പരിപൂർണമായിട്ട് കീഴൊതുങ്ങിയിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതം കൊണ്ട് തന്നെ അതിന് മാതൃകയാണ് ഉണ്ടല്ലേ. സ്വന്തം മകനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ, സ്വന്തം മകന്റെ കഴുത്തിന് കത്തിവെക്കാൻ പറഞ്ഞപ്പോൾ വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്. അള്ളാഹ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. സമഅന വഅതഅന. അപ്പം ആ രീതിയിലുള്ള ആളുകളായിട്ട് മാറാൻ ശ്രമിക്കും. ഇതിനൊന്നും ഹജ്ജിന് അപ്ലിക്കേഷൻ കൊടുക്കാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും 2 മാസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോഴേ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ തീരുമാനിക്കുക, അള്ളാഹുവിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഹൃദയം കൊണ്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നാളെ നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി ഫുൾ എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കീഴൊതുങ്ങുക, റബ്ബി നിന്റെ ഉത്തരവാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ അടുത്ത് ദുആ ചെയ്യുന്നു, അല്ലെ? റബ്ബി ഞാൻ ശ്രമിക്കും, നീ എന്നെ സഹായിക്കണം, നിന്റെ സഹായം എനിക്ക് വേണം. അപ്പം ആ രീതിയിൽ നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുക. ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് നിർബന്ധമായിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തണം. അല്ലാതെ ഹജ്ജിന് പോകുമ്പോൾ എവിടെയോ, അല്ലെ, നമ്മൾ തിരിച്ചു വന്നിട്ട് തെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ ആ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയും കൊണ്ടാണ് പോകണമെങ്കിൽ ഒരുപക്ഷെ വെറുതെയുള്ള ഒരു യാത്രയായി പോയേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ, ആമീൻ. അപ്പം അള്ളാഹുവിന് കംപ്ലീറ്റ് കീഴൊതുങ്ങാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ അതിഥിയായിട്ട് തെരഞ്ഞെടുത്തതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇതുവരെ അത് കിട്ടാത്തവര് എല്ലാ സാഹചര്യവും, ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ ക്ലാസ് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ് വേറെ ഇട്ടുതരാം. നമുക്ക് ഇതിന്റെ ഈ തൗഫീഖിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ സാഹചര്യവും ഒത്ത ആളുകളുണ്ട്, അല്ലെ? എന്നിട്ടും പോകാൻ പറ്റാത്തവര്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത വരാത്തവര്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു തൗഫീഖിന് വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ വാല്യൂ ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദുനിയാവിയായിട്ടുള്ള ഒരു കാര്യത്തില് വലിയ ലെവലിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാള് നമ്മളെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും നമ്മൾ 4 ആളോട് പറയൂലേ, ഓരെന്നെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, ഭയങ്കര അഭിമാനത്തോടു കൂടി. അതുപോലെ അവിടെ പോവാൻ നമ്മൾ ഭയങ്കര മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഒരു വലിയ എന്തെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാര് അവരുടെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് നമ്മളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ സംഭവമാണല്ലേ. നമ്മൾ ആ ചാൻസ് മിസ്സാക്കാതെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അവിടെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇത് ഇനി ഒരു പക്ഷെ ഇതുപോലെ ഒരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും, അല്ലെ? നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, നമ്മൾ വെൽ മാനേർഡ് ആയിരിക്കും. അപ്പം ഇത് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അള്ളാന്റെ ഗസ്റ്റ് ആയിട്ട് അള്ളാഹ് വിളിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഗസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അതുകൊണ്ട് പൈസ കൊടുത്ത് ഞങ്ങൾ എന്താണ് അപ്ലൈ ചെയ്ത് കിട്ടി അതുകൊണ്ട് ഞാൻ പോയി എന്നുള്ള ഞാൻ എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഏറ്റവും ഹമ്പിൾ ആയിരിക്കണം, അല്ലെ? അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള ഒരു അടിമയായിരിക്കണം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തത് ഹജ്ജിന്റെ അർത്ഥത്തെ കുറിച്ച് പഠിക്കുക. ഇത് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓരോ കർമ്മങ്ങളുടെയും അർത്ഥതലങ്ങളെ കുറിച്ച്, അതിന്റെ ആഴത്തിനെ കുറിച്ച്, അതിന്റെ അന്തസ്സത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പഠിക്കണം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് മിസ്സാവുന്ന ഒരു കാര്യം. നമ്മൾ അതിന്റെ റിച്വൽസ് പഠിക്കുന്നുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ഫിഖ്ഹി വശങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഒരുപാട് സംശയങ്ങൾ, അത് അങ്ങനെ ആയ ഇങ്ങനെ ആവുമ്പോ എന്താവും, അത് മറ്റേ അതുപോലെ ആയിപ്പോയിട്ട് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് ഇങ്ങനെ ആയി, ചിലപ്പോൾ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഫിഖ്ഹി തലങ്ങൾ എല്ലാ തരത്തിലും പണ്ഡിതന്മാരെ പോലും കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്. പക്ഷേ എന്തിന് ഇതൊക്കെ ചെയ്യുന്നു, എന്റെ മനസ്സെങ്ങനെ അതിലേക്ക് എത്തിക്കാമെന്ന് പലപ്പോഴും നമുക്ക് അറിയണ്ടാവില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെ അതിലേക്ക് എത്താം, നമ്മുടെ ഹൃദയം എങ്ങനെ അതിലേക്ക് എത്താം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതുപോലത്തെ പല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം പിന്നെ അത് ഞാനും അള്ളയും തമ്മിലുള്ള സുബ്ഹാനല്ലാഹ് ഒരു ബോണ്ടിങ് ആയിരിക്കും, അല്ലെ?
പിന്നെ നമ്മുടെ കൂടെ അള്ളാഹ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അള്ളാഹിന്റെ നമ്മളെ പോലെ തന്നെയുള്ള സൃഷ്ടികളായ പടപ്പുകളായ മനുഷ്യന്മാരെ കുഴക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോൾ പലപ്പോഴും നമുക്ക് പല ഇബാദത്തുകളുടെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് മിസ്സാവുന്ന ഒരു കാര്യമാണ് അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച്, അതിന്റെ ആഴത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശത്തിനെ കുറിച്ച്, ഹിക്മത്തിനെ കുറിച്ച് മനസ്സിലാകാതെ പോവാന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് അർത്ഥമൊന്നും ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറഞ്ഞുതരാ? അള്ളാഹ് പറഞ്ഞുതരും. അള്ളഹാനോട് ചോദിക്കേ, അള്ളഹാനോട് ചോദിക്കുക, അള്ളാഹ് എനിക്ക് ഇങ്ങനെയൊക്കെ അറിയണം, ഇതൊക്കെ എനിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം, എനിക്ക് സ്വയം മാറുന്നോണ്ട് ചെയ്യണം എന്ന് റബ്ബിന്റെ അടുത്ത് ചോദിക്ക്. റബ്ബ് വഴി കാണിച്ചു തരും. റബ്ബിന് അത് എത്തിച്ചു തരാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും വഴിയിൽ റബ്ബ് അത് എത്തിച്ചേരും. അപ്പം ഹജ്ജിന്റെ അർത്ഥങ്ങളെ കുറിച്ച് പഠിക്കാന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൺസിഡർ ചെയ്യാത്തൊരു കാര്യം. നമ്മൾ ഫിഖിനെ കുറിച്ച് ഭയങ്കര വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകും. എല്ലാ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ക്ലാസ്സുകളും നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അപ്പം ഇത് മനസ്സിൽ വെക്കാം. അടുത്തത് പ്രശ്നങ്ങളും തർക്കങ്ങളും ഒത്തുതീർപ്പാക്കുക. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അല്ലെ നമുക്ക് കുടുംബങ്ങളില് സൗഹൃദങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പലരിടത്തും ഒരുപക്ഷെ നമ്മൾ ചെയ്ത തെറ്റാവില്ല, അവരിങ്ങോട്ട് ചെയ്തതാവും, അതിന്റെ പേരിൽ അവരും മിണ്ടാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മിണ്ടാതിരിക്കുന്നതാവാം. നമ്മൾ വിഷമം കൊണ്ട് എന്തെങ്കിലും നമ്മളടുത്ത് എല്ലാവിധ ന്യായീകരണം ഉണ്ടാവും. എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടായിട്ട് അവരെന്നോട് അത് ചെയ്തിട്ട് എല്ലാ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഒന്നും കാര്യാക്കണ്ട. കാരണം നമുക്ക് ഈ പ്രശ്നങ്ങളും ഈ ദുരഭിമാനങ്ങളും ഒന്നും അല്ല നമുക്ക് വലുത്, നമുക്ക് റബ്ബിന്റെ തൃപ്തിയാ വലുത്. താണോ ഭൂമിയോളം താണോ, ഭൂമിക്ക് താഴെയും വേണമെങ്കിൽ പോയിക്കോ, പോവുക, ഏറ്റു പറയാ. അതും നമുക്ക് നമ്മളെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു രീതിയുണ്ട്, ഞാൻ അറിയാണ്ട് എന്തെങ്കിലും നിങ്ങളോട് ചെയ്യുകയും പറയുകയും ചെയ്തിന് നിങ്ങൾ പുറത്ത് മാപ്പാക്കി തരീട്ടോ. ഇതൊരു മാതിരി എന്തോ ബൈഹാർട്ട് പഠിച്ചു വെച്ചത് പറയുന്നത് പോലെ നമുക്കറിയാം നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തിൽ എന്താ ശരിക്കും അവിടെയുള്ള പ്രശ്നം എന്നല്ലേ. നമ്മൾ പറഞ്ഞ ചില വാക്കുകളായിരിക്കും, ഒരു പക്ഷെ വാക്കുകളും സെന്റൻസും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓർമ്മയില്ലെങ്കിലും സിറ്റുവേഷനെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും. അവരെ ഒന്ന് മാറ്റി വിളിച്ചു നിർത്തി, അന്ന് ഇന്ന സംഭവം കാര്യം നടന്നപ്പോൾ ഞാൻ ഇന്ന രീതിയിൽ നിങ്ങളടുത്ത് സംസാരിച്ചു പോയിട്ടുണ്ട്, അതിന് ഒരു ന്യായീകരണം എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് പറ്റിപ്പോയതാണ്, നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് ഒന്ന് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? റബ്ബിന്റെ തൃപ്തി അതാണെങ്കിൽ നമുക്ക് അതല്ലേ നല്ലത് അല്ലെ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരുമാതിരി ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തും പറഞ്ഞു പോയില്ലെങ്കിൽ പുറത്തു തരണേന്ന് പറയുന്ന എല്ലാവരുടെ അടുത്തും ഒരേപോലെ, ചെറിയ കുട്ടികളോടത്തും വലിയവരടുത്തും ഒരേപോലെ പറയുന്ന ആ ഒരു ഡയലോഗ് മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്, അല്ലെങ്കിൽ അവരെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കുറ്റം പറയുന്നവരുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പൊ അവരുടെ അടുത്ത് പറയാം നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പുറത്തു മാപ്പാക്കി തരണം, അവിടെ നിങ്ങൾ എന്നെ പിടിച്ചു വെക്കരുത് അല്ലെ. അതൊന്ന് പറഞ്ഞാൽ ഏത് മനസ്സ് ഉരുകും. ഇനി ഉരുകിയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സ്വീകരിച്ചാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലെ. അപ്പൊ റബ്ബിന്റെ മുമ്പിൽ വലുതാവാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് നല്ല കൂട്ട് തെരഞ്ഞെടുക്കുക. ഒരു പക്ഷെ എല്ലാവർക്കും ഒന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, എന്നാലും നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകളുമായിട്ട് നമ്മുടെ ആ ഒരു കെമിസ്ട്രി വർക്ക് ആവില്ല അല്ലെ. ചിലപ്പോൾ അവര് നല്ലതായിരിക്കും, നമ്മളും മറ്റവരുടെ അടുത്തൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ഇവരുടെ അടുത്ത് നമുക്ക് സെറ്റ് ആവില്ല. അവരുടെ ചില സംസാരങ്ങൾ ചിലപ്പോൾ നമ്മൾ ട്രിഗേർഡ് ആവും. നാച്ചുറൽ ആണ്, എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവരുമായിട്ടൊന്നും ഒത്തുപോകാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റി എനിക്കും അവർക്കും തമ്മിൽ സെറ്റ് ആവില്ല എന്ന് തോന്നുന്ന ആളുകളെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും കൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇവരെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളുടെ എനർജി മുഴുവനും കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല തീരുമാനമല്ല. അപ്പം അതുപോലെയുള്ള പിന്നെ ചിലരുണ്ടാവും നമ്മളായിട്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ കംപ്ലൈനേഴ്സ് ആയിരിക്കും, തൊട്ടതിനും പൊടിച്ചതിനും ഒക്കെ കംപ്ലൈന്റ്, അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം അല്ലെ, ദോഷിക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, എല്ലാത്തിലും ദോഷം കണ്ടുപിടിക്കുന്ന ആൾക്കാർ. അപ്പൊ ഫുൾ ടൈം ഇവരുടെ ഈ ദോഷങ്ങൾ നമ്മൾ കേട്ട് ഒന്നെങ്കിൽ നമ്മൾ അത് അങ്ങനെയില്ല ഇങ്ങനെയാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര പ്രഷറിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വീക്ക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം അല്ലെ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. നമ്മൾ മനുഷ്യന്മാരാണ്, അങ്ങനെ ഏഞ്ചലിക് മലായിക്കത്താവാനോ നമുക്ക് അവിടെ ചെന്നാൽ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കംപ്ലൈനേഴ്സ്, സ്ഥിരമായിട്ട് കുറ്റം പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിട്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഹെൽപ്പ് തേടിക്കൊണ്ടേയിരിക്കുക അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ സ്വഭാവം മാറ്റിക്കൊണ്ടുവരിക. എല്ലാത്തിനും കുറ്റം പറയാ അല്ലെ, എല്ലാവരും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സെൽഫ് ഹൈ, അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലെ, അവർക്ക് എന്ത് പറയുമ്പോഴും ഒരു സെൽഫ് ഹൈ കിട്ടണം. സുബ്ഹാനല്ലാഹ്, ചില സമയത്ത് ഞാൻ ആലോചിക്കും ഇതിനേക്കാളും നല്ലത് വല്ല കൊക്കൈനോ അടിക്കുന്നതല്ല. അതിനു വേണ്ടിയിട്ടല്ല ആളുകൾ ഉപയോഗിക്കുന്നത്, ഹൈ, ആ ഒരു നിമിഷത്തേക്ക് ഒരു ഹൈ കിട്ടാൻ. ഇത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഓരോ നിമിഷവും ഈ ഹൈ വാങ്ങുമ്പോൾ എത്രത്തോളം തിന്മയാണ് നമ്മൾ അവിടെ
വാങ്ങിക്കൂട്ടുന്നത്. അതേപോലെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ എത്രത്തോളം നെഗറ്റിവിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ മാറാൻ ശ്രമിക്കുക. കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അങ്ങോട്ട് ചെന്ന് തലയിടൽ. ഇങ്ങോട്ട് നമ്മളടുത്ത് ഒരു കൂട്ടർ ഒരു പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്യുക. അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് തോണ്ടിയും മാന്തിയും അവരുടെയും ഇവരുടെയൊക്കെ എല്ലാവരുടെ പ്രശ്നത്തിലും തലയിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇപ്പോഴേ മാറാൻ ശ്രമിക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്തിനാണോ അവിടെ വന്നത് എന്നുള്ളത് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഇതുപോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആയി കഴിയുമ്പം ചുറ്റുപാടുള്ളവർക്കൊക്കെ അതൊരു പ്രയാസമാണ്. അതുപോലെ ഇതുപോലെയുള്ള ആളുകൾ നമ്മളെ കൂടെ വരുമ്പോൾ നമ്മളെ എനർജി കുറച്ചെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പം അതൊരു വേസ്റ്റ് ആണ് അല്ലെ. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി ചെലവഴിക്കുക എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ചോയ്സിന് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് അടുത്ത ഓരോ നിമിഷവും, കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അല്ലേ ചില സമയങ്ങളുണ്ടാവും സുബ്ഹാനല്ലാഹ് നമുക്ക് തന്നെ തോന്നും അള്ളാഹുമായിട്ട് ഞാൻ ഭയങ്കര അടുത്തിട്ടാണുള്ളതെന്നല്ലേ. അപ്പം ആ നിമിഷങ്ങൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ലൈഫിൽ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പം ആ ഓരോ നിമിഷവും ചില സമയത്ത് നമുക്ക് വല്ലാതെ അള്ളാഹുമായിട്ട് ബോണ്ടഡ് ആയിട്ട് തോന്നുന്ന സമയത്ത് ശരിക്കും അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ആ സമയത്ത് കൂടുതൽ ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടും കൂടുതൽ ദുആകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയാണ് നമ്മളുടെ എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഈ കാര്യങ്ങളൊക്കെ പോകുന്നവര് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇതിനു വേണ്ടിയൊക്കെ തയ്യാറെടുക്കുക. പ്രശ്നങ്ങൾ തീർക്കുന്ന കാര്യമൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കോളൂ. അതിന് ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജിന്റെ തലേ മാസത്തേക്ക് വേണ്ടി വെക്കണ്ട. കാരണം ആ സമയത്ത് അല്ലാത്ത ഫിസിക്കൽ മെന്റൽ പ്രിപ്പറേഷനൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവും. അപ്പം ഇപ്പോഴേ നമുക്ക് ഓരോരുത്തരുമായിട്ട് നമ്മൾ എഴുതുക, ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇന്ന ആളുമായിട്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവരുടെ പോയി ഒരു ചാൻസ് കിട്ടുമ്പോൾ പോവുക, സംസാരിക്കുക, ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സ് ക്ലിയർ ആക്കുക. റംലാനും കൂടെ വരികയാണ് അല്ലെ. ഹജ്ജിന് പോകാൻ ഇക്കൊല്ലം പ്ലാൻ ഇല്ലാത്തവർക്ക് റംലാൻ വരല്ലേ. ഹൃദയം ശുദ്ധിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തു തുടങ്ങാം. ഇപ്പോഴേ ചെയ്തു തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് നമ്മുടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ. എന്തൊക്കെയാണ് മാനസിക തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മള് സുബ്ഹാനല്ലാഹ് ഈ മാനസികമായ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റിഫ്ലക്ഷൻസിലും കണ്ടു, ക്ലാസ്സിലും കണ്ടു, ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ വഴിക്ക് വരും ഹജ്ജിന്. നമ്മൾ മനസ്സുകൊണ്ട് അതിന് റെഡി ആവണം അല്ലെ. ഇതെന്താന്നറിയാണ്ട് ആട്ടം കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കൈവിട്ടു പോകും. അപ്പൊ ശരിക്കും നല്ല ബോധം ഉണ്ടായിരിക്കണം, ഞാനിത് എന്തിനാ വന്നേ, എവിടെയാ എത്തിയിരിക്കുന്നതെന്നല്ലേ. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ജേർണിയാണ്. വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു യാത്രയാണ് ഹജ്ജ്. ആൻഡ് അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ഹജ്ജ് എന്ന് പറയുന്നത് നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ള ഹജ്ജാണ് അല്ലെ. നമ്മുടെ മേലെ ഒരു ഫർദായിട്ടുള്ള ഹജ്ജാണ് സാധിക്കുന്നവർക്ക്. അപ്പം അതൊന്നേ ഉള്ളൂ, അത് ലൈഫിൽ ഒരൊറ്റ പ്രാവശ്യം കിട്ടുള്ളൂ അല്ലെ. അപ്പം അത് യുണീക്കാണ്. അതുപോലെ വേറൊന്നും കിട്ടൂല എന്നുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടി പോവാം. ആൻഡ് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയും കൂടെയാണ് ഹജ്ജ് അല്ലേ. നമ്മൾ ഒരു പക്ഷെ ഹജ്ജിന് പോയില്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് വേണം പോവാൻ. പക്ഷെ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് സ്വീകാര്യമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്തേക്കുള്ള സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിരിക്കുക. അതേപോലെ ഹജ്ജിന്റെ ചലഞ്ചസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹജ്ജാണ് നമ്മളുടെ മേലുള്ള ബാധ്യതയായിട്ടുള്ള ഹജ്ജ്. അതിന് ശേഷമുള്ളത് അല്ലെ നമുക്ക് ഓപ്ഷണലാണ്, നിർബന്ധമില്ലാത്ത ഹജ്ജുകളാണ്. അപ്പം അത് നമുക്ക് ഒരൊറ്റ പ്രാവശ്യമേ കിട്ടുള്ളൂ. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വീണ്ടും ഞാൻ പറയാണ്, കഴിഞ്ഞു പോയൊരു ബേജാറാവണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് എത്തിച്ച കാര്യം അല്ലെങ്കിൽ നമ്മളുടെ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചോന്നേ അള്ളാഹു ചോദിക്കുള്ളൂ. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ അറിവ് എന്തായിരുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോന്നേ ചോദിക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മാഷാഅല്ലാഹ് സേഫ് ആണ്. അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച ആരും ബേജാറാവൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചെയ്യാനുള്ളവരുടെ അടുത്ത് ഇതൊരിക്കൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. അപ്പം അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി മനസ്സിലാക്കിയിട്ട് പോവാം. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആളുകൾ പല കൾച്ചറുകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. പല നമ്മളെ വീട്ടിനകത്തുള്ള ഒരു 3-4 ക്യാരക്ടേഴ്സ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളല്ലേ നമ്മള്. സുബ്ഹാനല്ലാഹ് അവിടെ ചെന്നിട്ട് പല ക്യാരക്ടറുള്ള ആളുകൾ, പല പേഴ്സണാലിറ്റി ആളുകൾ, സുബ്ഹാനല്ലാഹ് എല്ലാവരും ഒരേ സ്ഥലത്തുണ്ടാവും.
അല്ലെ, ഒരേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഒരേ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ ഒരേ ബെഡ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട്, ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ ഒരേ ടെന്റ് ഉപയോഗിച്ചുകൊണ്ട് പല നാട്ടിലുള്ള, പല കൾച്ചറിലുള്ള, പല സ്വഭാവമുള്ള, പല പേഴ്സണാലിറ്റിയുള്ള ആളുകൾ ഉണ്ടാവും. അത്ര എളുപ്പമൊന്നുമല്ല. നമുക്കറിയാം അല്ലെ, നമ്മൾ ഓരോരുത്തരും, നമ്മളെ വീട്ടിലുള്ള ഓരോരുത്തരുമായിട്ട് നമ്മൾ എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. പലതരത്തിലുള്ള അപ്സെറ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവും, ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാവും. ചിലർ വർത്താനം കേൾക്കുമ്പോൾ തന്നെ കാലിന്റെ അടിയിൽ നിന്ന് ചൊറിഞ്ഞു കയറും അല്ലെ. ഞാൻ വീണ്ടും പറയണേ, നമ്മളെ മലായിക്കത്തൊന്നും അല്ല, നമുക്ക് ഇതൊക്കെ വരും. ഇതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്. നമ്മൾ ഒരു പക്ഷെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ചൊറിഞ്ഞു കയറുന്നുണ്ട് എനിക്ക് എന്നല്ലേ നമ്മളെ മനസ്സിൽ തോന്നും. അത് സുബ്ഹാനല്ലാഹ്. പലരുടെയും പെരുമാറ്റം അല്ലെങ്കിൽ അറിവുകേടുകളായിരിക്കും, പലരും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ പോണത് ഇനി ഒരിക്കൽ കിട്ടാത്ത ഒരു ചാൻസാണ് ഇത്, ഇപ്പോഴേ കിട്ടുള്ളൂ. അപ്പം അതിന്റെ മേലൊന്നും അല്ല ഞാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. മാഷാ അല്ലാഹ്. ഹജ്ജിന്റെയും ഉംറയുടെയും ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൗദി ഗവൺമെന്റ് അവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അവരുടെ വരുന്നവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ. പക്ഷേ ഇനി എത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാലും, എത്ര ഹൈജീനിക് മെഷേഴ്സ്, ക്ലീൻ ആയിരിക്കണം, അവിടെ സേഫ് ആയിരിക്കണം എന്നൊക്കെ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാം ഒന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. എല്ലാവരും ഒന്നും നിങ്ങളോട് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ അമീർ പറഞ്ഞതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഒന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. നമുക്കറിയാം അല്ലെ, നമ്മളെ ഒരു കുഞ്ഞു ഗ്രൂപ്പ്, മാഷാ അല്ലാഹ്, നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പ് ആവട്ടെ, നൂർ സദറി ഗ്രൂപ്പ് ആവട്ടെ, ഒരു 1000 പേര് മാക്സിമം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാത്തവരാണ് ഏകദേശം 500-ലധികം പേരും അല്ലെ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മള് ഈ ഹജ്ജിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞപ്പോ മാഷാഅല്ലാഹ് മെജോറിറ്റി ആളുകളും അത് ചെയ്തു ആക്കി. കുറെ ആൾക്കാർ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവരുടെ മനസ്സിന് ആ ഒരു അല്ലെ പറ്റാത്തത് കൊണ്ടായിരിക്കും, ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. വേറെ ചില കൂട്ടരുണ്ട്, ഇങ്ങനെ അതെങ്ങനെ അങ്ങനെ നിങ്ങൾ ചോദിക്കാം, ആദ്യമേ പറയണ്ടേ എന്നൊക്കെ ചോദിച്ച ആളുകളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ഇത്രയും ചെറിയൊരു ഗ്രൂപ്പാ അല്ലെ, വളരെ കുറച്ച് ആളുകളുള്ള ഗ്രൂപ്പാ. ഇന്ന് ഇത് ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ മാനേജ് ചെയ്യുന്നത് അല്ലെ, ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പം വളരെ നാച്ചുറൽ ആണ്. ഇനി എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. പലരും പല മൈൻഡ് സെറ്റോട് കൂടിയാ വരുന്നത്. ചിലർ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. ചിലർ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല. ചിലർക്ക് മറവി അല്ലെങ്കിൽ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ കാരണം അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവരും ഒരുപോലെയല്ല. അപ്പം എന്തായാലും പ്രയാസങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇത് ഞാൻ എന്നോടും കൂടെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്നോട് പറയണേ, കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഹജ്ജിനെ കുറിച്ച് പഠിക്കാണ്, ഞാൻ ഒരു കമ്പൈൻ സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്, എന്റെ കൂടെ നിങ്ങളും പഠിച്ചോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി മനസ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം. മനസ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഹജ്ജിന് അപ്ലൈ ചെയ്തിട്ട് ആ 2 മാസമല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോഴേ. ഏത് കൊല്ലാണ് നിങ്ങൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ ഇപ്പോഴേ നമ്മുടെ വീടിനകത്ത് തന്നെ അത് പ്രാക്ടീസ് ചെയ്തോ, എളുപ്പമായിരിക്കും. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ ഇത് പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ നമുക്ക് പുറത്തും അത് എളുപ്പമാവും. നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് പുറത്ത് എളുപ്പം ഉണ്ടാവുക. വീട്ടിൽ ഇതൊന്നും ചെയ്യാണ്ട് പുറത്തുള്ളവരോട് കുറച്ച് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ഈ വെല്ലുവിളികളൊക്കെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ മക്കളോട് പറയും, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്നോട് അത് ചെയ്യാൻ അല്ലേ. ഇതേപോലെ തന്നെയാണ് ഇവിടെ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവരത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ക്ഷമ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ക്ഷമ കാണിക്കാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമല്ലോ അല്ലെ. വീട്ടിൽ ഈ കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങളിൽ അത് ഈസിയാ. ഓക്കെ. പിന്നെ നമ്മളെ മനസ്സിലത് സെറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, എന്തെന്നെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങൂല അല്ലെ, അള്ളാന്റെ സഹായത്തോടു കൂടി ഞാൻ ക്ഷമ കാണിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതേസമയം ഇതൊന്നും സംഭവിക്കുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും. പിന്നെ ഈ യാത്രയുടെ ഒരു സ്വഭാവം മനസ്സിൽ വെക്കുക. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു വെക്കേഷന് പോവല്ല അല്ലെ, എല്ലാവർക്കും അറിയാതെ അത്രക്ക് പ്രയാസങ്ങളുള്ള ഒരു യാത്രയാണ്. അപ്പൊ അത് ശരിക്കും അതിനു വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ട് വേണം പോവാൻ അല്ലെ. നമ്മളിപ്പോ വീട്ടിൽ ഒരു സാധാരണ ദിവസം ചോറ് വെക്കാൻ ഇറങ്ങുന്നതും, അല്ലെങ്കിൽ അല്ലാത്ത ഒരു ഫംഗ്ഷൻ ഉള്ള ദിവസം കുറച്ച് ആളുകളെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, കുറെ സാധനങ്ങൾ ഉണ്ടാക്കണം, അന്ന് വീട്ടിൽ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിന് വ്യത്യാസമുണ്ട് അല്ലെ.
അല്ലാത്ത ദിവസം നമുക്കറിയാം ഇത്തിരി ഒന്ന് ഉഴപ്പി അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങ് നടന്നു പോകുന്നു. പക്ഷെ ഇങ്ങനെ ഒരു തിരക്കുള്ള ദിവസം, കുറെ ആളുകൾ വീട്ടിൽ വരാനുള്ള ദിവസം നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കും അല്ലേ? അതിങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലേ? അത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാ ഭാഗവും ശ്രദ്ധിക്കും. ഇനി അതിനിടക്ക് ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് മറുപടി പറയണം, അതൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം അതിന്റെ നേച്ചർ നമ്മളൊക്കെ അറിയുന്നത് കൊണ്ട്, ആ ദിവസത്തിന്റെ നേച്ചർ, അപ്പം ഈ ഒരു യാത്രയുടെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് റൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. എന്തിനാ നമ്മൾ യാത്രയ്ക്ക് വന്നിട്ടുള്ളത്? നമ്മൾ എന്തിനാ വന്നിട്ടുള്ളത്? ഓരോ നിമിഷവും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ, ഫോക്കസ്ഡ് ആയിട്ട് ഈ യാത്രയുടെ ഉദ്ദേശത്തിൽ നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സമയം ഇനി എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊന്ന് പാളി പോകുന്നുള്ളതും മനസ്സിലാക്കുക. കാരണം ചിലർ ഏതെങ്കിലും ഒരു പാളിയതിന്റെ പേര് ആലോചിച്ച് നിരാശരായിട്ട് ബാക്കിയുള്ള സമയം കഴിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് വേണ്ട, നമ്മൾ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതേപോലെ ഡിലേ, താമസം, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഡിലേ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് എക്സ്പെക്ട് ചെയ്യുക, അത് പ്രതീക്ഷിക്കുക. ചില സ്ഥലങ്ങളിൽ ഒരുപാട് മണിക്കൂറുകൾ ചിലപ്പം കാത്തു നിൽക്കേണ്ടി വരും. ഇന്നലെ ഒരു സഹോദരി റിഫ്ലക്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ടായില്ലേ, അവര് മുസ്ദലിഫയിൽ ഒരു പുതിയ ഡ്രൈവർ ആയിരുന്നു, വഴി അറിയാണ്ട് ഒരു രാത്രി മുഴുവനും കറങ്ങിയിട്ട് അവർ രാവിലെ എത്തിയത്. അതുപോലെ ലോങ് വെയിറ്റിംഗ് സമയങ്ങൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിചാരിച്ച സമയത്ത് എത്തൂല. ബാത്റൂമിന് ലോങ് ക്യൂ ഉണ്ടാവും. മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ വലിയ ക്യൂ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തിക്കോളുന്ന് പ്രതീക്ഷിക്കേ വേണ്ട, ഡിലേ ഉണ്ടാവും, പ്രത്യേകിച്ച് മിന, അറഫ പോലെയുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ നമ്മുടെ അമീറോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിന് ഓണർഷിപ്പ് ഉള്ള ആരെങ്കിലും എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. അവരെപ്പോഴും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചിന്തിക്കുകയേ വേണ്ട. ഈവൻ നമ്മളെ കൂടെ ഇപ്പൊ നമുക്ക് ഒരു മെഹ്റമായിട്ട് തന്നിട്ടുള്ള ആള് പോലും അല്ലെ, നമ്മളെ കൂടെ വരുന്ന ആള് പോലും ഒരു പക്ഷെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് എപ്പോഴും നമ്മളെ ചുറ്റുപാടും ആളുകൾ ഉണ്ടാവും. നമ്മളെ സ്പേസ് അവരുപയോഗിക്കും അല്ലെ, നമ്മുടെ സാധനങ്ങളും ചിലപ്പോൾ അവർ ഉപയോഗിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഞാൻ കിടക്കാൻ വരുമ്പോൾ കട്ടുമ്മൽ ആള്. സുബ്ഹാനല്ലാഹ്, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, എനിക്ക് കിടക്കാൻ പറ്റിയില്ല, ഒന്നും കാര്യമില്ല. അപ്പം അതിനൊക്കെ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക. എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ആ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് അതിന് മെന്റലി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇത്. ഇനി വീണ്ടും ഞാൻ പറയണേ, ഇത് ഹജ്ജിന് പോകുമ്പോൾ ആ 2 മാസം പ്രിപ്പയർ ചെയ്യാനുള്ളതല്ല. ഇത് നമ്മൾ വീടുകളിലൊക്കെ ഇതിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമല്ലേ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്തും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യമില്ല. അപ്പൊ അത് നമുക്ക് വലിയൊരു പ്രശ്നമാവില്ല. പക്ഷെ നമ്മൾ വീടുകളിലൊക്കെ ഷുഹുള്ള ഹൃദയവും കൊണ്ട് അല്ലെ, നമ്മൾ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ഭയങ്കര ഷുഹുള്ള ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് മാറും. ഇതൊക്കെ ആ ഹജ്ജിന് പോകുന്നതിന് 2 മാസം മുമ്പേ നോട്ട് എഴുതിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോഴേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രിപ്പയർഡ് ആവുക. ഹജ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആ ഒരു 6 ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമെന്ന് വിചാരിക്കാൻ വേണ്ട. ഹജ്ജിന്റെ പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമുള്ള പ്രിപ്പറേഷൻ ആണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും നമ്മളെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യൗമുൽ ആഖിറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതമേ ഹജ്ജിന് വേണ്ടിയിട്ട് സെറ്റാക്കുന്നത് പോലെ, ഹജ്ജ് ജീവിതത്തിന് വേണ്ടി സെറ്റാക്കുന്നത് പോലെ നമ്മൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഹജ്ജിന്റെ പേർപ്പസ്, ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു മബ്രൂറായിട്ടുള്ള മഖ്ബൂല, റബ്ബ് ഖബൂൽ ചെയ്യുന്ന ഒരു ഹജ്ജ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് വന്നിട്ടുള്ളത്. അല്ലാതെ അല്ലെ, പലർക്കും ഇവിടെ അവിടെ കണ്ടോ ആ ടെന്റിൽ ആ പ്രശ്നം, അത് അവരിങ്ങനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബാത്റൂമിനെ അപ്പുറത്തും കൂടെ ഒരു 2 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യമൊക്കെ ഒന്ന് പ്രശ്നമൊക്കെ സോൾവ് ആവുമായിരുന്നു. ഇങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവിടെ അതിന് ആവശ്യത്തിനുള്ള അതോറിറ്റികളുണ്ട്. അവർ വർഷങ്ങളായിട്ട് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം വന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് ഈ കൊല്ലം പുതിയ രീതികൾ. ഹജ്ജ് സുബ്ഹാനല്ലാഹ് ഓരോ കൊല്ലവും ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ തന്നെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അന്ന് നമ്മൾ പോയ പോലെയൊന്നും അല്ല ഇപ്പൊ. ഓരോ വർഷവും മാഷാ അല്ലാഹ് അവർ മാറ്റിക്കൊണ്ടേയിരിക്കുക. ഓരോ പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വതആല കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ അവർക്ക് അവരുടെ നിയ്യത്തിന്. അപ്പം അത് അവർ നോക്കിക്കോളും. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പോയിട്ടുള്ളത്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും എന്റെ ബുദ്ധി കൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എന്തിനാ പോയിട്ടുള്ളത്? മഖ്ബൂലായിട്ടുള്ള മബ്രൂറായിട്ടുള്ള ഒരു ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. മറ്റത് നമ്മൾ വെറുതെ നമ്മളുടെ ടൈം കളയലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ താരതമ്യം ചെയ്യലങ്ങ് ഒഴിവാക്കുക. നമ്മൾ പൊതുവേ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു കുഴപ്പമാണ്. നമ്മളെപ്പോഴും ഞാൻ സംഭവമാണെന്നുള്ള ഡയലോഗ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് എവിടെയോ വേറെ ആരോ സംഭവം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഡയലോഗ് പറയുന്നത്. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ഹജ്ജിന്റെ എക്സ്പീരിയൻസ് വളരെ നെയ്വായിട്ട് ഇന്നസെന്റ് ആയിട്ട് ഷെയർ ചെയ്യായിരിക്കും. പക്ഷെ എവിടെയോ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ടാവും, അവര് എന്റെ ടെൻഡിലുള്ള ആളുകളൊക്കെ ഒരു വർത്താനം പറഞ്ഞിരിക്കുന്നു, അപ്പൊ ഞാൻ ദുആ ചെയ്യുന്നു. എവിടെയാണ് ഞാൻ ലേശം ഹൈ ആണ്, അവര് ലേശം ലോ ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ചിന്തകൾ ഇബ്ലീസാണ്. അന ഖൈറും മിൻഹു, അത് വേണ്ട നമുക്ക്. ഓക്കെ, നമുക്ക് നമ്മളുടെ അവസ്ഥയിൽ എന്ത് കാര്യങ്ങളാണ് ഇപ്പൊ ഹജ്ജിന് വരുന്ന ഗ്രൂപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നവരുണ്ടാവില്ലേ, ആ ഗ്രൂപ്പിന് വന്നവർക്ക് നല്ല സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് അടിപൊളി, അവരെ കാര്യം മോശമാണ്, അതൊന്നും വേണ്ട. നമുക്ക് നമ്മൾ അതിനൊന്നും അല്ല പോകുന്നത്. ഓക്കെ, നമുക്കുള്ളത് അൽഹംദുലില്ലാഹ് അതിനകത്ത് തൃപ്തരായിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഓരോരുത്തരുടെയും ടെസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവരുടെ ഗ്രൂപ്പ് ഭയങ്കര സംഭവമാണെന്ന്. അവരുടെ ഗ്രൂപ്പ് ഭയങ്കര സംഭവമായിരിക്കും. നമ്മൾ പുറത്തു നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. ചിലപ്പം ഒരു പക്ഷേ അവർക്ക് മാനസികമായിട്ടുള്ള ടോർച്ചേഴ്സ് ഉണ്ടാവും. ഒരു പക്ഷേ കുഫറുകളും ഷിർക്കുകളും കലർന്ന ഒരു ഗ്രൂപ്പായിരിക്കും, നമ്മൾ കാണുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് റബ്ബ് തന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെ ടെസ്റ്റുകളും വേറെ വേറെ ആയിരിക്കും. ഓരോരുത്തരും കടന്നു പോകുന്നത് അവനവന്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും. അപ്പൊ നമ്മൾ വല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തും അവർക്ക് സുഖമാണ് നമുക്ക് മോശമാണെന്നുള്ള ഒരു അവസ്ഥകളും ഒക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എന്തിനാ അവിടെ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ നമ്മളെ ഗ്രൂപ്പ് വളരെ മോശമാണെന്ന് തോന്നുമ്പോൾ അതിനേക്കാളും മോശമുള്ള അവസ്ഥയിലുള്ള വേറെ ഗ്രൂപ്പുകളും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി ഹജ്ജിന്റെ ഒരു സോഷ്യൽ ആസ്പെക്ട് ഉണ്ട് അല്ലെ. ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മബ്രൂർ എന്ന് പറയുമ്പോൾ ബിർറ് അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ബിറുകൾ പല രീതിയിലാണ് ചെയ്യാൻ പറ്റുക അല്ലെ. നമ്മളുടെ ഖുർആനോത്തുകളും ദുആയും നിസ്കാരങ്ങളും ദിക്റുകളും അതിനൊക്കെ പുറമെ മറ്റുള്ളവർ ഇൻവോൾവ് ആയിട്ടുള്ള കുറെ ബിറുകൾ ഉണ്ട് അല്ലെ. അവരെ കുറിച്ച് ചിന്തിക്കുക, അവരെ സഹായിക്കുക, അവരെ കയ്യിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ക്യൂലൊക്കെ നിൽക്കുമ്പോൾ അല്ലെ മര്യാദയോടുകൂടി പെരുമാറുക, ആർക്കെങ്കിലും വഴി തെറ്റിക്കഴിഞ്ഞാൽ വഴി കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം. ബാഗൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത ആളുകൾ, പ്രായമുള്ള അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഹെവി ആയിട്ടുള്ള ബാഗ്, നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങി പിടിക്കുക, കൈ പിടിക്കുക. നടക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ വീൽ ചെയറിൽ ഉന്തുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരു നിമിഷമെങ്കിലും അവരെ കൂടെയുള്ളവർക്കൊന്ന് മാറി നിൽക്കണം തോന്നിയ ആ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക. നമുക്ക് അവരുടെ ഗ്രൂപ്പിൽ ഭക്ഷണം കിട്ടിയില്ല, നമ്മളെ ഗ്രൂപ്പിന് ഭക്ഷണം കിട്ടി, അതിനകത്ത് മരുന്ന് കഴിക്കേണ്ട ആളുകളുണ്ട്, അസുഖമുള്ള ആൾക്കാരുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് പുഞ്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്, ബാനു ടീച്ചർ പറഞ്ഞ പോലെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയില്ല പുഞ്ചിരി എന്ന് പറയുന്നത് അല്ലെ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സാരമില്ല എന്ന് മലയാളത്തിൽ പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, സലാം സ്പ്രെഡ് ചെയ്യുക. ഒരുപാട് കാണുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സലാം അല്ലെ, സമാധാനം സ്പ്രെഡ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എളുപ്പമാക്കി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും എളുപ്പമാക്കി തരും. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ലാജിദാൽ. സുബ്ഹാനല്ലാഹ്, തർക്കങ്ങള് ഒഴിവാക്കുക. സൂറത്ത് ബഖറയിൽ 197 ആയത്തിൽ നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടതാണ്. കാരണം തർക്കങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാനും ദേഷ്യം പഠിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ സാഹചര്യങ്ങളും ആളുകളും ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. ഡിബേറ്റുകൾ, കാരണം ഞാൻ പറഞ്ഞു പല കൾച്ചറിൽ നിന്നുള്ള, പല മദ്ഹബുകളിൽ നിന്നുള്ള, പല രീതിയിൽ ദീൻ പഠിച്ചു വെച്ച ആളുകൾ വരും. പല ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, ഒരേ മദ്ഹബായിട്ടും ഒരേ ഗ്രൂപ്പിനെ ഫോളോ ചെയ്തിട്ടും നമുക്കൊക്കെ ഇടയിലും ഫിഖിന് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പൊ ഇത് ലോകം മുഴുവനുള്ള പലരും വരുന്നതാണ്. അതുകൊണ്ട് ഫിഖി കാര്യങ്ങള് അവിടെ ചെന്നിട്ട് തർക്കിച്ച് അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെയല്ല, അങ്ങനെ ഞാൻ അങ്ങനെ പഠിച്ചു നിങ്ങൾ അങ്ങനെ പഠിച്ചെന്നുള്ളത് നോക്കാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് പോവുക, ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. അവിടെ ചെന്നിട്ട് അവര് പറയുമ്പോൾ ഇനിയിപ്പോ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ആ സംശയത്തിന്റെ പിന്നാലെ നിൽക്കണ്ട. ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ അറിവുകൾ അതായത് പ്രത്യേകിച്ച് ഈ ഫിഖി കാര്യങ്ങൾ കേട്ടോ, ഇനി അല്ലാത്ത സമയത്ത് നമുക്ക് ഇരിക്കാം, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് സംസാരിക്കാം, അറിവുകൾ പകർന്നു കൊടുക്കാം, ക്ലാസ്സുകൾ എടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഫിഖി കാര്യങ്ങൾ വരുമ്പം പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക.
പല വ്യൂകളും പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു വരും. നമ്മൾ അതിനു വേണ്ടി സമയം കളയാനുള്ളതല്ല അവിടെ. നമ്മൾ വിചാരിക്കും ഇത് ഫിഖഹല്ലേ, അവർ തെറ്റല്ലേ ചെയ്യുന്നത്, അത് തർക്കമാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് കൊണ്ടുവരുന്ന. നമുക്ക് തന്നെ അറിയാലോ അല്ലെ, നമ്മളെ നാടുകളിൽ സുബ്ഹാനല്ലാഹ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കുകൾ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോയിട്ട് എവിടെ എത്തി ദീനെന്നുള്ളത്. അപ്പം തർക്കങ്ങൾക്കുള്ള അവസരങ്ങളേ കൊടുക്കണ്ട, അതിലേക്ക് നിൽക്കുകയും വേണ്ട. റബ്ബിന്റെ അടുത്ത് പറയാം, റബ്ബെ ഞാൻ പഠിച്ചു, നീ എന്നെ പഠിപ്പിച്ചു, ഇതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നു, ഞാനത് ചെയ്യുന്നു റബ്ബെ. അത്രയൊക്കെ നമുക്ക് കറക്റ്റ് ആക്കണം എന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ സ്വീകരിക്കാം, തർക്കിക്കാൻ പോവണ്ട. ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ അമീർ ഉണ്ടാവും, അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം അതിനുള്ള ഫത്വ അവരുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. അവിടെ ചെന്നിട്ട് തർക്കിച്ച് പഠിച്ചിട്ട് പ്രിപ്പയർ ആയിട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് ഇല്ല. ഓക്കെ. തിന്മകൾ കാണുമ്പോൾ, മറ്റുള്ളവർ തിന്മകൾ ചെയ്യുന്നത് കാണുമ്പം നിങ്ങൾക്ക് ഹിക്മത്തോടു കൂടി നല്ല വാക്കുകളോട് കൂടി കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടണ്ട. ഞാൻ പറയാണ്, തെറ്റ് കാണുമ്പോൾ നമ്മൾ തിരുത്തണം എന്നുള്ളത് ശരി തന്നെയാണ്. തിന്മകൾ കാണുമ്പോൾ ഹിക്മത്തോടു കൂടി നല്ല വാക്കുകൾ ഉപയോഗിച്ച് ചൊടിപ്പിക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ, കൺട്രോൾഡ് ആയിട്ട് അവരിനി തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കൺട്രോൾ വിടാതെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. കാരണം ഇബ്ലീസ് പല വഴിക്കും വരും. സുബ്ഹാനല്ലാഹ്, പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മളുടെ സമയത്തിന്റെ വാല്യൂ, അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ സമയമാണ് അതിന്റെ കൂടെ നഷ്ടപ്പെട്ടു പോവുക. അപ്പം അത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത്. ഡിസ്ട്രാക്ഷൻസ്, അതുപോലെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, നമ്മൾ സോഷ്യലൈസ് ചെയ്യും അല്ലെ, ആളുകളുമായിട്ടുള്ള മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കൊടുക്കലും വാങ്ങലും അതുമായിട്ട് സംബന്ധിച്ച സംസാരങ്ങളും അധികരിപ്പിച്ച് നമ്മുടെ ദിക്റും ദുആയും ഇബാദത്തും ഒക്കെ നീങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാം ഒരു ലിമിറ്റ് വരച്ചു വെച്ചിട്ട് അതിനുള്ളിലാക്കും. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ മിനിമം വാക്കുകളും മിനിമം ടൈമും യൂസ് ചെയ്തിട്ട് പറയാനും ചോദിക്കാനും ഒക്കെ. കാരണം ഈ ടൈം ഭയങ്കര വാല്യുബിൾ ആണ്, നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. അതുപോലെ മാർക്കറ്റിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ഡെയിലി അത്യാവശ്യമുള്ള ചിലപ്പോൾ ഭക്ഷണമോ കാര്യങ്ങളോ ഒക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചെറിയ ഒരു ഫീൽസിനും ഒക്കെ വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കി സമയം കളയാൻ നമുക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തേക്ക്. അള്ളാഹ് നീ എളുപ്പാക്ക്, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. അതിനു വേണ്ടി ഒന്നും നമുക്ക് സമയം കളയാനില്ല. ഓരോ ദിവസവും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്താതെ, ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. വിനയിലാണെങ്കിലും അറഫയില്, പ്രത്യേകിച്ച് അറഫയില് ദുആ ദിക്ർ എന്ന് പറയുന്ന സമയം ഒരിക്കലും ആർക്കും നഷ്ടപ്പെടുത്തി കൊടുക്കാനുള്ളതല്ല. ഇനി അയ്യാമു തശ്രീഖിന്റെ ദിവസം എന്ന് പറയുമ്പോഴും അല്ലെ, നമുക്ക് ഓക്കെ കുടിക്കാനും തിന്നാനുള്ള ദിവസമല്ലേ, കുറേ കുടിക്കാൻ കുറേ തിന്നാന്നുള്ളതല്ല. യെസ്, കുടിക്കാനും തിന്നാനുള്ള ദിവസമാണ് വിത്തിൻ ലിമിറ്റ്സ് അല്ലെ. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ആ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പ്രശംസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും അശ്രദ്ധായിട്ടല്ലേ, ഷദീദായിട്ട് കഠിനമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കേണ്ട ദിവസങ്ങളാണത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല വഴിക്ക് ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മളെല്ലാ കാര്യത്തിലും കൊണ്ടും മനസ്സിന്റെ വേലി കെട്ടിപ്പോയാലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ, സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം തവാഫ് ഒക്കെ ചെയ്യുമ്പം അവിടെ പൊതുവെ ഒബ്സർവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ, പോയിട്ടുള്ള ആളുകൾ പറഞ്ഞുതരും, ഇന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും, പോകണ്ട, ഭയങ്കര ഇടങ്ങേറായിരിക്കും. അല്ലെങ്കിൽ ഇശാ ഒക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഒന്ന് വീട്ടിലേക്കൊക്കെ നീങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ്, അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലെ, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, എല്ലാ സമയവും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ടിപ്സ് ഒക്കെ പോയവരിൽ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് അതിനനുസരിച്ച് സ്ട്രാറ്റജികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് കാണാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അവിടെ ഭയങ്കര തല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ പിന്നെ അടുത്ത ഗ്രൂപ്പ് വരുമ്പോഴേക്കും മാറിക്കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ അമീറുകൾ പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ നമുക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ അതുപോലെ. നമസ്കാരങ്ങൾക്ക് വേണ്ടി മസ്ജിദുൽ ഹറമിൽ പോകുമ്പോൾ കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ പോവുക, അല്ലെങ്കിൽ 2-3 വക്ത് കവർ ചെയ്യുന്നത് പോലെ നിൽക്കുക. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടാവും, ഇതുവരെ പോവാത്തവരുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ഉംറയ്ക്ക് പോവാതെ ഹജ്ജിന് പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ അത്തരം കാര്യങ്ങളൊക്കെ മുന്നേ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് കേട്ട് നോട്ട് ചെയ്ത്, അതൊക്കെ ഈ തൽക്കാലത്തേക്ക് വെക്കണ്ട, നേരത്തെ തന്നെ ഒരു ബുക്ക് ഹജ്ജിന് വേണ്ടി എല്ലാവരും വെച്ചോ, നോട്ട്സ് എഴുതി അങ്ങനെ പോയിക്കോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ലാതെ മെന്റൽ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങേണ്ടതാണ്. എപ്പോ ഹജ്ജിന് പോവാണെങ്കിലും ഇപ്പോഴേ തുടങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. പിന്നെ
ഖുർആൻ ഓതില്ല, നമ്മളിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ഖുർആൻ ഓതിയൊക്കെ ഇരിക്കുന്ന, കുറേ നേരം ഓതിയൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. ചില ഫ്ലോറുകളിൽ അല്ലെ, ചില ഗേറ്റുകളിലൂടെ ആ ഗേറ്റിന്റെ സൈഡിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സംസം വെള്ളത്തിന്റെ അടുത്ത്, അങ്ങനെ പല നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള എളുപ്പത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ദിവസങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ അതിനനുസരിച്ച് ചെന്ന് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഹജ്ജിന്റെ ഉംറയുടെ ഒക്കെ മനാസിക്കൊക്കെ പഠിച്ചേനെ, ഇനിയിപ്പോ ഒന്നും നോക്കണ്ട അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കണ്ട. കാരണം അത്രയും കോംപ്ലിക്കേഷൻസും അത്രയും ചാലഞ്ചസും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. എത്രയും നമ്മൾ മനസ്സും ബുദ്ധിയും ബോധമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അത്രയും നല്ലത്. ഓക്കെ. പിന്നെ സാഴി ചെയ്യുമ്പോഴും അതേപോലെ തവാഫിനെ പോലെ തന്നെ സാഴി ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ടൈമും ബെസ്റ്റ് സ്ഥലവും ഉണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ അല്ലാണ്ട് അപ്പർ ഫ്ലോറിലും സൗകര്യം ഉണ്ടാവും. അപ്പൊ താഴെ ചെയ്യുന്നതാണോ മുകളിൽ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതൊക്കെ ചോദിച്ചും അറിഞ്ഞും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാത്തിനും ഉപരി സബ്ർ, സുബ്ഹാനല്ലാഹ്, ക്ഷമ, അത്രയേ ഉള്ളൂ. അതാണ് എല്ലാം. കുറേ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ഇപ്പോഴേ ഇത്രയും കവറിനകത്ത് അത് നിറയ്ക്കാൻ പറ്റുമോ അത്രയും നിറച്ചോ, കാരണം അവിടെ വേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അത് ഈ കൊല്ലം ഹജ്ജിന് പോകുന്നവരല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സാധനം ഇപ്പോഴേ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ, വീട്ടിൽ നിന്നേ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് ഹജ്ജിന്റെ അവസാനം ആവുമ്പോഴേക്ക് കൂടുതൽ ക്ഷമ വേണ്ടി വരും. നമ്മളാകെ ടയേർഡായിട്ടുണ്ടാവും, ദേഷ്യം വരും നമുക്ക്. പലരും പലതും പറയുമ്പോൾ ദേഷ്യം വരും. അപ്പൊ പോസിറ്റീവായിട്ടിരിക്കുക. നന്നായി എളുപ്പമായിക്കോളും, അള്ള എളുപ്പാക്കിക്കോളും അല്ലെ. എത്ര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അള്ള എളുപ്പാക്കും. ഹജ്ജിന് തീരുമാനിച്ച് തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ ഇന്നലെ മാഷാഅള്ളാ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ബേബിത്ത ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഹജ്ജിന് തീരുമാനിച്ചേ ഉള്ളൂ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് എനിക്ക്. ഹജ്ജിന് ഈ തീരുമാനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയെന്ന്. അപ്പൊ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ തുടങ്ങും, സുബ്ഹാനല്ലാഹ്, പ്രശ്നങ്ങൾ വരും. അപ്പം ഏറ്റവും വേസ്റ്റിനും ഞാൻ തയ്യാറാണ്, റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്ക് പറ്റും അല്ലെ, ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി, അള്ളാഹിന്റെ സഹായത്തോടു കൂടി ക്ഷമ കാണിക്കുക. ആ ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. അത് ഹജ്ജിന് പോകാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുക. ഒന്നും നമ്മൾ വിചാരിച്ച പോലെ പോവില്ല ജീവിതം. ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവില്ല. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോയിക്കൊള്ളണമെന്നില്ല, പോവില്ല എന്നല്ല, പോയിക്കൊള്ളണമെന്നില്ല. അത് ഹൈറാണെങ്കിൽ അള്ളാഹു അതുപോലെ ആക്കി തരും, അല്ലെങ്കിൽ നമുക്ക് ഹൈർ അല്ലെങ്കിൽ അള്ളാഹു തടഞ്ഞു വെക്കും. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും എനിക്കും എൻ്റെ റബ്ബിനും ഇടയ്ക്ക് ഇതൊന്നും വരാൻ പാടില്ല. ഞാൻ എൻ്റെ റബ്ബിന് തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്റെ ഇടയ്ക്ക് ഇതൊന്നും വരാൻ പാടില്ല. അതാണ് എൻ്റെ ഫോക്കസ്. അത് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും പീക്ക്, കാരണം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണം. ജീവിതത്തിലുടനീളം അത് തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിലുടനീളം അത് പ്രാക്ടീസ് ചെയ്തോ, അവിടെ എത്തുമ്പോൾ അത് ഉണ്ടാവും. ജീവിതത്തിന്റെ പല ഭാഗത്തുനിന്നും പലതരത്തിലുള്ള അടികളും വരും. നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ അപ്പുറത്ത് പല കാര്യങ്ങളും പോകും. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ അതൊന്നും തടസ്സമാകൂലാന്ന് തീരുമാനിച്ചു അതങ്ങനെ ഒരു സൈഡിൽ നിങ്ങൾ കൊണ്ടുവയ്ക്കോ, ബാക്കിയൊക്കെ റബ്ബ് അങ്ങ് എളുപ്പാക്കി തരും. അതുപോലെ തന്നെയാണ് ഹജ്ജും. ഓക്കെ. അപ്പൊ എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് വരിക. ജീവിതം അങ്ങനെ തന്നെയാണ്, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് വരിക. പക്ഷെ അവിടെ നമുക്ക് കുറച്ചധികം കടുപ്പം തോന്നും, കാരണം കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഇതൊക്കെ കൂടെ സംഭവിക്കുന്നത് അല്ലെ. ഒരു വെടിയും പുകയായി മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിലൂടെയാണ്, വഴികളിലൂടെയാണ് വരിക. അതുകൊണ്ട് ക്ഷമ ഫുൾ എത്ര പാക്കറ്റ്, എത്ര കിലോ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കിലോ നിങ്ങൾ പാക്ക് ചെയ്തെടുത്തോ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ചോദിക്കുക, അള്ളാഹ് നീ ക്ഷമ എളുപ്പാക്കി തരണേ, അള്ളാഹുവേ നിന്റെ സഹായത്തോടു കൂടി എനിക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാൻ പറ്റണേ, നിന്റെ തൃപ്തിയിൽ ആയിക്കൊണ്ട് എനിക്ക് ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കാനും നീ സ്വീകരിക്കപ്പെടാനുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ. നീ ഇപ്പൊ എല്ലാ സമയവും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഹജ്ജിലുടനീളം അള്ളാഹു സ്വീകരിക്കോ, അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലാണോ ഞാനിത് ചെയ്യുന്നത് അല്ലെ. ചെയ്യുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒരു റോങ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റൈറ്റ് ആക്കാൻ വേണ്ടി നോക്കും. എന്നിട്ട് അള്ളാഹു നമുക്ക് കരുതി വെച്ച ഒരു അൾട്ടിമേറ്റ് പ്രൈസ് ഉണ്ട് അല്ലെ, ജന്ന. സുബ്ഹാനല്ലാഹ്. അത് മനസ്സ് കണ്ടുകൊണ്ട് ഈ ക്ഷമ അത് മാക്സിമം കൊണ്ട് പോവാ അല്ലെ. തഖ്വയാണ് അല്ലെ, തഖ്വ തന്നെയാണ് ക്ഷമ. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലനെ കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. ദുആ ചെയ്യുക, എപ്പോഴേ ദുആ ചെയ്യുക, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും. ആമീൻ. ഇനി അടുത്തത് ഫിഖ്ഹി, കർമ്മശാസ്ത്രപരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെയാണ് ഒരുപക്ഷെ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും അല്ലെ, ഹജ്ജിനെ ഉംറയെ കുറിച്ച് പഠിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അതാണ് അല്ലെ. എല്ലാം എന്താ ചെയ്യണ്ടേ അത് മാത്രം അങ്ങോട്ട് പറയും.
ആ പോയിന്റ് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ എഴുതി വെച്ച് ഞാൻ അങ്ങ് ചെയ്യും. നമ്മളെ ഹൃദയം അവിടെ ഉണ്ടോ, അതിനപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തോ ഒന്നും നമുക്കൊരു വിഷയമില്ല. നമ്മൾ ഇന്ന് വരെ ജീവിച്ചതും അങ്ങനെയല്ല. എന്താ ചെയ്യേണ്ടത് അതങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ നോട്ട് എഴുതി എടുത്തിട്ട് അതേപോലെ അങ്ങോട്ട് ചെയ്തോളാം. സത്യം പറയണമെങ്കിൽ ഒരു പക്ഷേ ഹജ്ജിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 80% ഇമ്പോർട്ടൻസ് നമ്മൾ ഇതിന് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഹജ്ജിനെ കുറിച്ച് പഠിക്കുക. സുബ്ഹാനല്ലാഹ്, മാഷാഅല്ലാഹ്. ഇതില്ലെങ്കിൽ രക്ഷയില്ല കേട്ടോ. കാരണം ഇത് ശരിക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ തന്നെ ഹജ്ജ് നമ്മളെ വാലിഡ് ആവുള്ളൂ അല്ലെ. ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് റുക്നുകളും ഫർളുകളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പോയാൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ, ഹജ്ജ് ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും, അറ്റൻഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്ന അധ്യാപകരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുക. പിന്നെ ചില പ്രത്യേക വിഷയങ്ങൾ ഉണ്ടാവും നമുക്ക് ക്ലിയർ അല്ലാത്ത ആ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പ്രത്യേകം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേൾക്കുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴേ റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ട്, റബ്ബെ എനിക്ക് ഇന്ന കാര്യം ക്ലിയർ അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ഷാര് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ മനസ്സിലാക്കി താ റബ്ബെ. റബ്ബ് പഠിപ്പിച്ചു തന്നോളൂ. ഒരു സമയമാകുമ്പോൾ അള്ളാഹു അത് ഏത് വഴിയിലൂടെ നമുക്ക് എത്തിക്കണോ അള്ളാഹു എത്തിച്ചേരും. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഹജ്ജിനെ കുറിച്ച് പഠിക്കുക. ബുക്കുകൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. സ്വീകാര്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിക്കാം. പിന്നെ ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ പോയവർക്കൊക്കെ അറിയായിരിക്കും, പോവാത്തവർക്ക് ഒരുപക്ഷെ ശ്രദ്ധ മിസ്സാവുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അവിടെ നമുക്ക് ഒരുപാട് ജനാസ നമസ്കരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അല്ലെ. മിക്ക ഫർദ് നമസ്കാരത്തിന് ശേഷവും ജനാസ നമസ്കാരങ്ങളായിട്ട് ഉണ്ടാവും. മക്കയിലും മദീനയിലും മിക്കവാറും ഉണ്ടാവും. അപ്പം പലരും ഒരുപക്ഷെ നാട്ടിൽ അല്ലെ ഒരുപാടൊന്നും ജനാസ നമസ്കരിക്കാനുള്ള അവസരങ്ങൾ കിട്ടാതെ ചിലപ്പോൾ വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നാട്ടിലെ പോലെ ഒരുപക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നവരായിരിക്കില്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും ദുആകളൊക്കെ. അപ്പം ആ കാര്യമൊക്കെ ഒന്ന് നല്ലോണം പൊടി തട്ടി പഠിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി അവസാനത്തേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നാട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് ജനാസ നമസ്കരിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഒന്ന് നല്ലോണം ആ ദ്വാകളും ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അതിന്റെയും എവിടെയും പഠിക്കുമ്പോൾ അതിന്റെയും ഒരു അർത്ഥതലങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഹൈർ തന്നെ, അത് നല്ലതാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഖബർ സന്ദർശനത്തിന്റെ മര്യാദകൾ. ഒരുപക്ഷെ നമ്മൾ അത്ര സീരിയസ് ആക്കി എടുക്കാത്തൊരു കാര്യമായിരിക്കാം ഇത്. കാരണം നമ്മൾ പല ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ പോകുമ്പോൾ സിയാറത്തുകൾക്ക് വേറെ ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളുണ്ട്. പലരും പോകുന്നത് തന്നെ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു നിയത്തോടു കൂടിയും അതിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഫേസ് ചെയ്യും. പക്ഷെ പോകുന്നവര് ഹജ്ജിന്റെ മനാസിക്കുകൾ അല്ലെങ്കിൽ ഉംറ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവിടെ എത്തുമ്പോൾ നമുക്കറിയാത്തത് കൊണ്ട് പലതിലും നമ്മൾ ചെന്ന് ചാടേണ്ടി വരും. നമുക്ക് അറിയൂല. ഇനി അവര് ചോദിക്കേണ്ട ആളുകൾ തെറ്റ് പറഞ്ഞു തരുന്ന ആളുകളായിരിക്കും. ഓക്കെ. നമ്മൾ വിചാരിക്കും ഹജ്ജ് ഉംറ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, നിസ്കാരം അറിയാലോ അല്ലെ, ദിക്ർ അറിയാലോ, ഇനി ജനാസ സംസ്കാരം അറിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് പാടില്ല എന്നറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ചെന്നപ്പെടും. മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല, ചെയ്ത് തെറ്റാന്ന് പോലും മനസ്സിലാവില്ല. അപ്പം അതിന്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് പഠിച്ചൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഹൈറാണ്. പിന്നെ മറ്റൊരു കാര്യം യാത്രക്കാരന്റെ നമസ്കാരം. നമുക്കറിയാം സലാത്തു സഫർ എന്ന് പറയുന്നത് ജമ്മന്റെ കസറിന്റെ റൂളുകളൊക്കെ അറിയാം. എന്നാലും ചില സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വുളുവിന്റെ കാര്യം കൂടെ. കാരണം ചില സമയത്ത് അല്ലെ നമ്മള് ഹറമിന്റെ ഒക്കെ ഉള്ളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പോയി ബാത്റൂമിൽ ചെന്ന് വുളു എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വുളുവിനുമുണ്ട് ചില വാജിബാത്തുകളും റുക്കനുകളും ഒക്കെ മിനിമം കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. അതുപോലെ സോക്സിന്റെ മുകളിൽ കൂടെയുള്ള തടവലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള നിയമവശങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ ഇത് ഹജ്ജിന് നല്ല കേട്ടോ. ഏതൊരു യാത്രയിലും ഇതൊക്കെ ഒരുപാട് ഉപകാരമാണ്. കാരണം എല്ലാവർക്കും ഇത് സുബ്ഹാനല്ലാഹ് ആവശ്യം വരുമ്പോഴല്ലേ അപ്പൊ നോക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നമുക്ക് തന്നെ ഒരുപാട് ആവശ്യമാണ്. നമ്മൾ വീട്ടിലുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ അതിനകത്ത് എന്തെങ്കിലും പുതിയ ഇൻഗ്രീഡിയന്റ് ദുനിയാവിൽ എവിടെയും ഇല്ലാത്തത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാ കിട്ടാന്നൊക്കെ നമ്മൾ പോയി അന്വേഷിച്ച് വാങ്ങിക്കൊണ്ടുവരും. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എന്ത് കാര്യം ആവാം അതുപോലെ. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വളരെ മിനിമം എന്താ വേണ്ടത് ആ ഒരു പോയിന്റ് മാത്രം മതി എന്നുള്ള ഒരു ചിന്തയാണ്. അതിനപ്പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിപ്പോ എന്നുള്ള ഒരു ബേജാറാണ്. നമ്മളെ ദീനിനെ കുറിച്ച് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അധികമാവില്ല. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ യാത്രക്കാരന്റെ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വുളുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒന്നും കൂടെ വൃത്തിക്ക് ക്ലിയർ ആയിട്ട്
ക്ലിയർ ആയിട്ട് നമ്മൾ ഒരുപാട് ബൈ ഹാർട്ട് പഠിച്ച് കുറേ നോട്ട് എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. നമ്മൾ ഈ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇടാറില്ലേ, ഇതാണെങ്കിലും തഫ്സീർ ആണെങ്കിലും നമ്മൾ അടുത്ത് ഏത് രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷനോട് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എല്ലാവരും എന്നോട് ഇതിന് ക്ലാസ് എടുക്കാനൊന്നും പറഞ്ഞേക്കല്ലേ. ക്ലാസ്സുകൾ മാഷാഅല്ലാഹ് ഇഷ്ടം പോലെ പണ്ഡിതന്മാർ നല്ല രീതിയിൽ എടുത്തു വെച്ച ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെയൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് ഷെയർ ചെയ്യാം ഗ്രൂപ്പുകളിൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദുആകള്. മാഷാഅല്ലാഹ് പലരും ഒരുപക്ഷെ ബുക്കുകളിലൊക്കെ നോക്കിയിട്ട് ദുആ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെ. സുന്നത്തായ കുറെ ദുആകളുണ്ട്. അങ്ങനെയുള്ള കുറെ ദുആകളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഹൈർ. പഠിച്ചു വെക്കാന്ന് പറയുമ്പോൾ അർത്ഥത്തോടു കൂടി ആശയത്തോടു കൂടിയൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. നമുക്കത് ഉൾക്കൊണ്ട് ദുആ ചെയ്യാൻ പറ്റും. പിന്നെ ദുആയുടെ മര്യാദകളും പഠിച്ചു വെക്കുക. ദുആ സ്വീകരിക്കുന്ന സമയങ്ങളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച്, അതിന് കാരണം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകതകളും അല്ലെ സമയങ്ങൾക്ക് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അറഫയുടെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സമയം. അവിടെ ചെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാന്ന് വിചാരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും ആദ്യമേ പഠിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ. ഇനി അടുത്തത് ചരിത്രപരമായിട്ടുള്ള അറിവ്. ഇതൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഈ പറയുന്നതൊന്നും. അതായത് ചരിത്രപരമായ അറിവ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും. പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് അങ്ങനെയുള്ള ചില അറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആസ്വദിക്കാനും പറ്റും അല്ലെ. കൂടുതൽ ആ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ആ സ്ഥലങ്ങളെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പം ഉടനെ ഒന്നും ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കൊല്ലമൊന്നും ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓരോ സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത എഫേർട്ട് എന്താണ്, ഓരോ സാഹചര്യങ്ങൾ. ഇപ്പം കഅബ കാണുമ്പോൾ തന്നെ അല്ലെ, സീറയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ പഠിച്ച മക്കൻ സമയം പഠിച്ച ആളുകൾക്ക് അറിയാം അവിടെ എത്രത്തോളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഇബാദത്ത് ചെയ്യാൻ അല്ലെ, ഒരു ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറയ്ക്കോ വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് അവർ വന്നപ്പോൾ അവർ നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു. പല സന്ധികളിലെ ഹുദൈബിയ സന്ധികൾ പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അതിനോടുള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ ഒരു കാര്യത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര, നമുക്ക് ആസ്വാദ്യത കൂടും. ഇതൊന്നും ഒരിക്കലും നിർബന്ധങ്ങളല്ല. പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും ഒക്കെ പല സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പം അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഈവൻ കഅബയുടെ ആ ഒരു സറൗണ്ടിങ്സ് തന്നെ. ഇപ്പം മഖാമ ഇബ്രാഹിം നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിനകത്ത് തഫ്സീർ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, പണ്ട് അവിടെ മഖാമ ഇബ്രാഹിം ആ ഭാഗത്ത് നിന്ന് നമസ്കരിച്ചപ്പോൾ തോന്നാത്ത ഒരു ഫീലിംഗ് ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് പോയിട്ട് നമസ്കരിക്കുമ്പോൾ തോന്നും. കാരണം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. അതേപോലെ സഫ മർവ അല്ലെ, ഇന്ന സഫ വൽ മർവ മിൻ ശഅഇരില്ല, ആ ഒരു ആയത്ത് നമ്മൾ 156 ആയത്തല്ലേ അല്ലെ, അത് പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീലിംഗ് സുബ്ഹാനല്ലാഹ്, പണ്ട് സായി ചെയ്തതിനേക്കാളും ഒരു കൂടുതൽ ഭംഗിയായിട്ടൊന്ന് സായി ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഹൈർ. ഓക്കെ, ഹിറ ഗുഹ, സൗറ ഗുഹ, സൗർ പർവ്വതം, അതുപോലെ മസ്ജിദ് ജിന്ന, മസ്ജിദ് ഷജറ, അതുപോലെയുള്ള ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈർ. ഇതൊന്നും നിർബന്ധമാണെന്നൊന്നും അല്ല പറയുന്നത്, കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ മസ്ജിദ് നബവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതായത് മക്കയ്ക്ക് ശേഷമുള്ള ഒരു സീറ മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ, മസ്ജിദ് ഖുബ, ജന്നത്തുൽ ബഖീ, മസ്ജിദുൽ ഇജാബ, മസ്ജിദ് സജദ, അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട് മദീനയുമായിട്ട് ബന്ധപ്പെട്ട. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുകയാണെങ്കിൽ എന്താണെങ്കിലും അത് കൂടുതൽ ഒരു ബദർ യുദ്ധം നടന്ന സ്ഥലം, ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എന്തായാലും ഒരു ലെവൽ അധികം ആസ്വാദ്യത ഉണ്ടാവും. അത് അറിഞ്ഞു പോയവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും. അറിയാതെ പോയി എന്ന് വെച്ചിട്ട് ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഹൈറാണ് നമുക്കറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ. സുബ്ഹാനല്ലാഹ്, കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല ഒരു ശാരീരികമായ പരീക്ഷണമാണ് അല്ലെ.
അത്ര ഈസി ഒന്നുമല്ല ശാരീരികമായിട്ട് ഹജ്ജിന് പോവുക എന്ന് പറയുന്നത്. ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. അതികഠിനമായ ചൂടുള്ള കാലാവസ്ഥകൾ ഉണ്ടാവാം അല്ലെ. ഇനി ഹജ്ജ് ബാക്കോട്ട് വരുമ്പോൾ തണുപ്പും കഠിനമാകുമ്പോഴും പ്രയാസം തന്നെയാണ് അല്ലെ. പിന്നെ തവാഫും സഴിയൊക്കെ ചെയ്യുമ്പോൾ ഉന്തും തള്ളും ഒക്കെ കിട്ടും. മണിക്കൂറുകളോളം പള്ളികളിൽ അതേപോലെ അല്ലെ ഒന്ന് ശരിക്കും നിവർന്ന് കിടക്കാൻ പറ്റാതെ ഇരിക്കേണ്ടി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അറഫയിലെ നൃത്തം. പിന്നെ ഇനി പ്രത്യേകിച്ച് ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ഉള്ളവർക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേക വേദനയോ ഡിസ്കംഫർട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വിവാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ചൊന്ന് കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫിസിക്കലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഹജ്ജിന് മുമ്പേ തന്നെ അത് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നത്തേക്ക് വെക്കണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2-3 മാസം മുന്നേ തന്നെ ചെയ്ത് അതിന് വേണ്ട മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ എടുക്കണമെങ്കിൽ അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റേ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. പിന്നെ നമ്മളെ ബോഡിക്ക് വേണ്ട ആ ഒരു ശാരീരിക ക്ഷമത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ. അതായത് നമ്മൾ തീരെ നടന്ന ശീലമില്ലാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെ ഭയങ്കര പ്രയാസമായിരിക്കും പുറത്തേക്കുള്ള നടത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. നടത്തത്തിന് പോവാൻ ഇനി ജസ്റ്റ് വാക്കിന് പോകുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടൊരു സജഷൻ ഞാൻ പറയാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലൈസേഷൻ കേസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോവുക. അപ്പൊ അവിടെ നമുക്ക് കുറേ നടക്കേണ്ടി വരും. ആ കൂട്ടത്തില് അല്ലെ നമുക്ക് വേറെയും ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് കണക്കില്ലാത്ത പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. ശാരീരിക ക്ഷമത പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ രോഗപ്രതിരോധം സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മുടെയൊക്കെ ശരീരം എവിടെയും കാണിക്കാണ്ട് വളർത്തിയത് കൊണ്ട് ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയോ ഫംഗസോ കയറി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും തുമ്മലും ചീറ്റലും ഒക്കെ. അപ്പം രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ശരീരത്തിനെ തയ്യാറെടുപ്പിക്കുക. ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഇനി മരുന്നുകൾ വേണമെന്നുണ്ടെങ്കിൽ ചില ഹോമിയോ മരുന്നുകളൊക്കെ ഉണ്ട് നമുക്ക് പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുക. എനർജി, നമ്മുടെ എനർജി ഭയങ്കര ആവശ്യം. അതിനുവേണ്ടി നമ്മൾ അതിന് മുമ്പേ നമ്മളെ ശരീരത്തിന് ഒരുക്കണം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാലും വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കുടിച്ച ശീലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം വെള്ളം കുടിച്ചുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കുക. സംസം വെള്ളം മാഷാ അല്ലാഹ് ഒരുപാട് നമുക്ക് കിട്ടും അല്ലെ. അപ്പം ഓരോ പ്രാവശ്യവും ആവശ്യം വരുമ്പോൾ നല്ല നിയത്തോടു കൂടി അത് ഇതാക്കുക. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകൾ കഴിച്ച് ശീലിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ശീലം ഉണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്നുള്ളൊരു ഫീലിംഗ് വരും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള റെസ്റ്റ് നമുക്ക് വേണം. ചിലരുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് അങ്ങ് മതിമറന്ന് ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങോട്ട് പണിയെടുക്കും. പിന്നെ ടയർഡായിട്ട് അവർ കാരണം ബാക്കിയുള്ളവർക്ക് തന്നെ എവിടെയും പോകാനും ഇബാദത്ത് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മളെ ശരീരത്തിന് ഓരോ ദിവസവും നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു ബാലൻസ് ഉണ്ട് അല്ലെ. ആ ഹജ്ജിന്റെ ഒരു 3-4 ദിവസങ്ങളിലുള്ള ആ ഒരു എക്സസ് ആയിട്ടുള്ള എന്തോ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് വേണ്ട റെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം വെയില് ഒരുപാട് കൊള്ളുന്നവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവനവന്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള എന്തൊക്കെ ആ ഒരു വിശ്രമം വേണോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹജ്ജിന്റെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുള്ള ദിവസങ്ങളാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇപ്പൊ നോമ്പൊക്കെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിൽ 1-2 ദിവസമൊക്കെ എടുക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നമ്മളുടെ ബോഡി അറിഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടവരാണെങ്കിൽ എടുക്കുക. കാരണം ചിലർക്ക് AC ഭയങ്കര പ്രശ്നമായിരിക്കും, ചിലർക്ക് ചൂട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫേസ് മാസ്കോ പ്രൊട്ടക്ഷൻ, അപ്പം നമുക്ക് ഉംറയിലെ ഹജ്ജിലായിരിക്കുമ്പോൾ മുഖം മറയ്ക്കാൻ മാസ്കോ അങ്ങനെയുള്ളതൊന്നും ഇട്ട് മുഖം മറയ്ക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിലും വേണമെങ്കിൽ അല്ലാതെ ഫിഖി വശങ്ങളിലേക്ക് ഞാൻ പോണില്ല. അപ്പം അതുപോലെ അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മുഖം മറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിട്ട് പോവുക. പിന്നെ പ്രിവെന്റീവ് മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇല്ലെങ്കിലും ഓരോരുത്തരും അവനവന്റെ ബോഡി അറിഞ്ഞുകൊണ്ട് എടുത്തിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം. ഇനി ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഏറ്റവും ആദ്യം നമുക്കറിയാം ഹലാലായിട്ടുള്ള സോഴ്സിൽ നിന്നായിരിക്കണം നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പണം. പിന്നെ ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വീട്ടിലെ
ഗൃഹനാഥന്മാരെ കുറിച്ച് പറയുമ്പം അവർക്ക് എന്തെങ്കിലും വില്ലൊക്കെ അല്ലെ വസിയത്തൊക്കെ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതുക, കടങ്ങൾ വീട്ടുക, കുടുംബത്തിന് അവർ തിരിച്ചു വരുന്നത് വരെ ആവശ്യമുള്ള പണം എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം, കാരണം അവരവരുടെ ജോലി അതൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കുമല്ലോ പോകുന്നത്, അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ കടങ്ങളെ കുറിച്ച് പറയുമ്പം കടങ്ങൾ കംപ്ലീറ്റ് വീട്ടണം എന്നുള്ളത് ഹജ്ജിന്റെ ഒരു കണ്ടീഷൻ അല്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത്. അതിനെ ലൈറ്റ് ആയിട്ട് എടുക്കാനേ പറ്റൂല. സലമ ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ബുഖാരിയിൽ നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്, എന്നാൽ പോലും ഒരു വ്യക്തിയുടെ മയ്യത്ത് കൊണ്ടുകഴിഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവന് കടമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞപ്പം നമസ്കരിക്കും. വേറൊരു വ്യക്തിയുടേത് കൊണ്ടുപോയപ്പോൾ കടമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കും. അപ്പം അതിൽ നിന്ന് അബൂ ഖത്താദ പറഞ്ഞു, നബിയെ ഞാൻ അദ്ദേഹത്തിന്റെ കടം എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു എന്ന് പറഞ്ഞത്. അപ്പം കടം ഉണ്ടാവുക, കടം ഉണ്ടായിട്ട് മരിച്ചു പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ഒരു മരണത്തിന് വേണ്ടി തയ്യാറായിട്ട് പോണത് പോലെ തന്നെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുക. ഇനി അപ്പം കൊടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ തിരിച്ചു വരുന്ന, അതായത് തിരിച്ചു വരുന്നതിന് മുമ്പ് വീട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഇനി അഥവാ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന സ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പൈസ ഉണ്ട് അതെടുത്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം കടം അലസമായിട്ട് ഇട്ടേച്ച് പോവാൻ പാടില്ല. കടത്തിന്റെ കണക്കുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണം. ഇനി അഥവാ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഇന്ന സമ്പത്തിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞേൽപ്പിച്ചിട്ട് വേണം പോവാൻ. പിന്നെ യാത്രയിലെ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ അതെത്രയാണോ അത് ഓരോരുത്തർക്കും അറിയാം. അതൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ടാവില്ല, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന വേണം ഇത്ര വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ. അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിലേക്ക് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം നമുക്ക് ഒരുപാട് പൈസയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പം ഈ ഫോറക്സ് കാർഡ് പോലെയുള്ള പൈസ ലോഡ് ചെയ്തിട്ടുള്ള കാർഡുകൾ പോലെയുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഓരോ ഗ്രൂപ്പിന് മായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയായിരിക്കും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ യാത്രാ സാമഗ്രികൾ, ലോജിസ്റ്റിക്കൽ പ്രിപ്പറേഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അല്ലെ, ഹജ്ജിന് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാനൊന്നും നിൽക്കുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളിലും ഡിഫറെൻ്റ് ആണ്. പ്ലസ് അതൊക്കെ നിങ്ങളുടെ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു തരുന്നതിനനുസരിച്ചായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പോകുന്ന സമയത്തുള്ള ക്ലൈമറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുള്ള സമയമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. നമ്മൾ ഇവിടെ ഇടുന്ന അതിനേക്കാളും ചിലപ്പം ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രസ്സുകൾ, കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതേപോലെ തണുപ്പാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പം അത്തരം കാര്യങ്ങൾ, മരുന്ന്, ബാൻഡേഡ്, കണ്ണട, ബുക്ക്, പെന്ന്, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നെയിൽ കട്ടർ, കത്രിക, അതുപോലെ അല്ലെ നമുക്ക് മുടി കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ വസ്ത്രങ്ങളും ഒക്കെ അവനവന്റെ സൗകര്യത്തിനും, ചെരുപ്പുകൾ എക്സ്ട്രാ എടുക്കേണ്ടതൊക്കെ ഒരുപാട് എക്സ്ട്രാ ആക്കാണ്ട് ആവശ്യത്തിനുള്ളത് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തവക്കിലൂനായിട്ട് അള്ളാഹ് തരുമെന്ന് വിചാരിച്ച് പോകാൻ പറ്റൂല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കണം. പക്ഷെ ഏറ്റവും ഉത്തമമായത് എന്താണ്? തഖ്വയാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കയ്യിൽ കരുതുക. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ട് സമയം ഇപ്പം നഷ്ടപ്പെടുത്തുന്നില്ല. നമുക്കൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകൾ അതിനെ ഒന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ആദ്യം നമ്മൾ മസ്ജിദുൽ ഹറാം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കഅബയുടെ ചുറ്റും ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം എന്ന് വിളിക്കപ്പെടുന്ന മസ്ജിദുൽ ഹറാം. പക്ഷെ പൊതുവെ ആളുകൾ ഹറം എന്ന് മസ്ജിദുൽ ഹറാമിനെ റെഫർ ചെയ്യാറുണ്ട്. പക്ഷെ അത് കറക്റ്റ് അല്ല. കാരണം ഹറം എന്ന് പറയുന്നത് മക്കയിൽ അല്ലെ, മസ്ജിദുൽ ഹറാമിനെ ചുറ്റി ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറ്റുവാണെങ്കിൽ അതിന്റെ മാപ്പൊക്കെ വെച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പം മസ്ജിദുൽ ഹറാമിനെ ചുറ്റി റൈറ്റിലും ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് ഹറം എന്ന് പറയുന്നത്. ഈ പള്ളി മസ്ജിദുൽ ഹറാം അത് വേറെ തന്നെ ആക്കിയിട്ട് മനസ്സിലാക്കുക. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഹറമിൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ അടുത്ത ഒരു വാക്ക് റുക്ന് എന്ന് പറയുന്നത് ഹജ്ജിന്റെ നിർബന്ധമായിട്ട് ഹജ്ജിന് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹജ്ജേ ഇല്ല. അപ്പം
അറഫയിൽ നൃത്തം ഒരു ഉദാഹരണമാണ്. ഓക്കെ, റുക്കനിന് വേണ്ടിയിട്ട്. അപ്പം ഹജ്ജിന് അങ്ങനെ 4 റുക്കനുകളും ഉണ്ട്, ഉംറയ്ക്ക് 3 ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഹജ്ജും ഉംറയും വിശദമായിട്ട് കാണുമ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത വാക്ക് എന്ന് പറയുന്നത് വാജിബ്. ഓക്കെ, വാജിബ് എന്ന് പറയുന്നത് ഹജ്ജിൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ഇൻവാലിഡ് ആവില്ല, പക്ഷെ നമ്മൾ പകരം ഫിദിയ കൊടുക്കേണ്ടി വരും. അപ്പം ജംറയില് കല്ലെറിയല് അതിന് ഒരു ഉദാഹരണമാണ്. അപ്പം റുക്കൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് വാലിഡേ ആവില്ല. വാജിബ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. ഇനി അടുത്തത് ഹജ്ജിന്റെ സുന്നത്തായിട്ടുള്ള നിർബന്ധങ്ങൾ. അപ്പം ഇത് രണ്ടും അല്ലാതെ ഹജ്ജ് ഉംറയായിട്ട് ബന്ധപ്പെട്ട ചില സുന്നത്തുകളുണ്ട്. അത് ഒക്കെയാണ് സുന്ന എന്ന് പറയുന്നത്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. പിന്നെ മൻസക് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഹജ്ജിന്റെയും ഉംറയുടെയും റിച്വൽസ്, അതിനൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അല്ലെ, ത്വാഫ്, സായി, അറഫയിൽ നൃത്തം, അതുപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കാണ് മൻസക് എന്ന് പറയുന്നത്. മനാസിക് എന്നതിന്റെ പ്ലൂറല്. പിന്നെ അടുത്തത് ഹദി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ. തമത്വ അല്ലെങ്കിൽ ഖിറാൻ രീതിയിൽ ഹജ്ജ് ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട ബലി, അതിനാണ് ഹദി എന്ന് പറയുന്നത്. തമത്വവും ഖിറാനും ഒക്കെ നമുക്ക് ഒന്നും കൂടെ കവർ ചെയ്യാം ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ. അപ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. പിന്നെ അടുത്ത വാക്ക് ഷൗത്ത്, അല്ലെങ്കിൽ അതിന്റെ പൂരൽ അശ്വാത്ത്. അതായത് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ, കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റൗണ്ടിനാണ് ഷൗത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം 7 പ്രാവശ്യമാണ് അല്ലെ. അതേപോലെ സായി ചെയ്യുമ്പോഴും സഫയുടെയും മർവയുടെയും ഇടയ്ക്കുള്ള ഒരു റൗണ്ട്, ജസ്റ്റ് വൺ സഫ ടു മർവ നമ്മൾ നടക്കുന്നതിനാണ് ഷൗത്ത് എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂരല് അശ്വാത്ത്. പിന്നെയുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ത്വാഫ്, സായി ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും ത്വാഫ് എന്ന് പറയുന്നത് കഅബയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം നടക്കുക. അതിൽ ഓരോ നടത്തത്തിനും ഓരോ റൗണ്ടിനും ഷൗത്ത് എന്ന് പറയും. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത സെഷനുകളിൽ വിശദമായിട്ട് കാണാം, ത്വാഫിനെ കുറിച്ചും സായിനെ കുറിച്ചും ഒക്കെ. പിന്നെ ഇഹ്റാമും നമുക്കറിയാം അല്ലെ. ഉംറയുടെ ഉംറയ്ക്കും അല്ലെങ്കിൽ ഹജ്ജിനുമുള്ള ആ ഒരു അവസ്ഥ, ആ ഇഹ്റാമിന്റെ ചില വസ്ത്രം കാര്യങ്ങളും അതിന് റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. ഇഹ്റാം എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് ഇഹ്റാം എന്ന് പറയുന്നത് അല്ലെ. പുരുഷന്മാർക്കാണെങ്കിൽ പ്രത്യേക വസ്ത്രധാരണമുണ്ട്, പ്രത്യേക റൂളുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇഹ്റാമില് വിലക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന് മെഹ്ദൂറാത്തുൽ ഇഹ്റാം എന്ന് പറയും. ഓക്കെ, ഇഹ്റാമിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. പിന്നെ ഫിദിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഹജ്ജിന്റെ വാജിബായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം മിസ്സാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ, ഒക്കെ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ട, അല്ല അതിന് പകരം ചെയ്യേണ്ട ഒരു പ്രായശ്ചിത്തമാണ് ഫിദിയ. നമ്മുടെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ദിവസം നോമ്പ് നോൽക്കല്, അല്ലെങ്കിൽ 6 മിസ്കീന് ഭക്ഷണം കൊടുക്കല്, അല്ലെങ്കിൽ ഒരു മൃഗബലി. ഓക്കെ, അപ്പം ഇതിനൊക്കെയാണ് ഫിദിയ എന്ന് പറയുന്നത്. ഒരു വാജിബ് മിസ്സാക്കി കഴിഞ്ഞാൽ അവിടെ മൃഗത്തിന്റെ ഒരു ബലി തന്നെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് നിർത്താം. തുടർന്ന് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം ഇൻഷാ അല്ലാഹ്. കുറച്ച് സമയം എടുക്കും എന്തായാലും ഈ സെഷൻസ്. ഇതിന്റെ കൂടെ കേൾക്കാൻ പറ്റുന്നവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോസും ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹജ്ജിന് പോകുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന വർഷങ്ങളിലും അല്ലെ ഒരുപാട് ചേഞ്ചസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഓരോ കാര്യങ്ങളും. ഈ മനസ്സിലാക്കുന്നത് പോലും റബ്ബിന്റെ അടുത്ത് സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയായിട്ടുള്ള ഒരു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ്, ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ലാത്ത ആളുകൾക്ക് അള്ളാഹു തരട്ടെ. പറ്റിയവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ, കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖും കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.